ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യുന്ന സമയമാണ്. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം, നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, യേശുവിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട്. നമുക്കൊരുമിച്ചെന്ന് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരുന്ന കർത്താവിൻ്റെ പ്രവൃത്തികളെ ഇന്ന് വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഇന്ന് ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ കൂടെയുണ്ട്. നശിച്ചു പോകുവാനോ തകർന്നു പോകുവാനോ ദൈവം അനുവദിക്കത്തില്ല. സ്വർഗത്തിലെ ദൈവം നമ്മളെ അത്ഭുതകരമായിട്ട് തന്നെ നടത്തുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ചിന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ചിന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. തുടർമാനമായി കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ടുവരുന്ന വചനം കേൾക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളും രോഗസൗഖ്യങ്ങളും പ്രവചന ആലോചനകളെയും ദൈവം നമുക്ക് നൽകുന്നു. എല്ലാ മഹത്വവും കർത്താവിനുള്ളത്. ഇന്ന് കർത്താവ് നമ്മളെ കൃപയാൽ നടത്തുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ഒരാൾ ഒന്ന് പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്ന ജീവന്റെ അപ്പമാകുന്നു. ജീവനുണ്ട്. ജീവന്റെ അപ്പം, ജീവന്റെ അപ്പമാകുന്നു. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു യേശു ക്രിസ്തു ജീവൻ്റെ അപ്പമാകുന്നത് മാത്രമല്ല, നമ്മൾ തിരുമേശ ശുശ്രൂഷ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഓർമ്മയുടെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ബോധം തരുന്നതാണ്. നമ്മുടെ ഉള്ളിൽ ആ ഒരു നീതിബോധത്തെയും ക്രിസ്തുബോധത്തെയും നമുക്ക് നൽകുന്നതാണ് കർത്താവിൻ്റെ ക്രൂശ്. ആമേൻ. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് പിന്നെയും നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്ന യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്നാണ്. സുവിശേഷത്തിൻ്റെ അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 30 മുതൽ ഞാൻ വായിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും യേശുവിൽ വിശ്വസിച്ചു. പ്രാർത്ഥനയോടെ തന്നെ എല്ലാവരും ഇരിക്കണം. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് കൽപ്പിച്ചുകൊണ്ടിരുന്നോണം. കർത്താവിൻ്റെ വചനം കേൾക്കുന്നിടത്ത് ബൈബിൾ പറയുന്നു ദൈവത്തിൻ്റെ വചനം അയച്ചു വിടുവിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും വചനം കേൾക്കുന്നിടത്ത് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, അത്ഭുതമുണ്ട്, ദൈവപ്രവൃത്തിയുണ്ട്. ആമേൻ. ഇവിടെ നോക്കിക്കേ, 31-ാമത്തെ വാക്യത്തിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു തൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായും എൻ്റെ ശിഷ്യന്മാരായി. ഇവിടെ നോക്കിക്കോണേ, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറയുന്നു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ. ഇത് വലിയൊരു പോയിൻ്റാണ്. വചനം കേൾക്കുന്നവരല്ല, വചനം വിശ്വസിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരോട് യേശു പറയുന്നു. അപ്പോൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ, വചനത്തിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരോട് പറയുന്നു വിശ്വസിക്കുന്നവർ മാത്രമല്ല വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായും എൻ്റെ ശിഷ്യന്മാരാണ്. ആമേൻ. നമുക്കറിയാം കർത്താവിൻ്റെ വചനം പറയും നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവരെ ശിഷ്യരാക്കണമെന്ന് പറഞ്ഞത് ശിഷ്യത്വം. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് ഏതോ ഒരു ബ്രദർ മാത്രം നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു സംഭവമല്ല. പകരം സുവിശേഷം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത് നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം, ദൈവരാജ്യം അറിയിക്കണം. നിങ്ങളെക്കൊണ്ട് കഴിയും. ദൈവം നിങ്ങളിൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയിലും ദൈവാത്മാവ് പ്രവർത്തിക്കുന്നു. വചനം താഴെ അയക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഞാൻ നന്ദി പറയുന്നു, സഹോദരങ്ങൾക്കും നന്ദി പറയുന്നു. നിങ്ങളത് ഷെയർ ചെയ്യുന്നത് വളരെ അനുഗ്രഹമാണ്. മറ്റുള്ളവർക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യുവാനും വളരെ വളരെ അനുഗ്രഹമാണ്.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ നോക്കിക്കുക, വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വചനത്തിൽ വിശ്വസിക്കുന്നവരോട് കർത്താവ് പറയുന്നു, നിങ്ങൾ വചനം വിശ്വസിക്കുന്നവർ മാത്രമല്ല, എന്നിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായും എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നോക്കുകയെ, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുകയും ചെയ്യുന്നു. ഞാൻ പണ്ട് നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞിരുന്നു അല്ലേ. 1900 നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ആ സ്വാതന്ത്ര്യം അറിയാത്ത ഒരു മനുഷ്യൻ കാട്ടിപ്പോയി താമസിക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അറിയാതെ ആ മനുഷ്യൻ കാട്ടിപ്പോയി താമസിക്കുക. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അടിമയാക്കി വെച്ചിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ പേടിച്ച് വിറച്ച് കാട്ടിപ്പോയിരിക്കുക എന്ന് വിചാരിച്ചു. ഈ കാട്ടിപ്പോയിരിക്കുന്ന മനുഷ്യൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഈ മനുഷ്യൻ അറിഞ്ഞില്ല. ഈ മനുഷ്യൻ അറിയാതെ ഇദ്ദേഹം അവിടെ തന്നെ താമസിക്കുക. ഇദ്ദേഹം ഓർത്തുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുന്നു, ഇന്ത്യയിലുള്ള സകല ജനങ്ങളെയും അവർ അടിമകളാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ആ ഭയത്തിൽ അവരെന്ത് ചെയ്യുന്നു, ജീവിക്കുന്നു ഈ മനുഷ്യൻ. എന്നാൽ ഇദ്ദേഹം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അറിഞ്ഞിട്ടും ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല. ഈ മനുഷ്യനത് അറിയാതെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ മനുഷ്യൻ കാട്ടിൽ തന്നെ എന്ത് ചെയ്യുന്നു, ജീവിക്കുന്നു. അപ്പോൾ ഈ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൽ മൊത്തവും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് അടിമത്തമാണ്. ഇന്ത്യയുടെ അടിമത്തത്തിൻ്റെ അകത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയുടെ അടിമനുഖത്തിലാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ അടിമനുഖത്തിൽ നിന്നാണ് ഈ മനുഷ്യൻ ഓടി വന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഈ മനുഷ്യൻ അറിഞ്ഞില്ല. ഈ മനുഷ്യൻ അറിയാത്തതിൻ്റെ കാരണങ്ങളുണ്ട്. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി അവിടെ തന്നെ താമസിക്കുകയാണ്. ആമേൻ. ഇദ്ദേഹം കാട്ടി താമസിക്കുന്നതുകൊണ്ട് സ്വാതന്ത്ര്യം ലഭിച്ച കാര്യം അറിയാത്തത് കൊണ്ട് ഇദ്ദേഹം ഇപ്പോഴും അടിമയായിട്ടാണോ എന്ന് ചോദിച്ചാൽ അടിമയല്ല, പകരം അടിമബോധത്തിലാണ്. അതായത് 1947 മുമ്പ് ഇദ്ദേഹം രക്ഷപ്പെട്ട് കാട്ടിലേക്ക് പോയി. പക്ഷെ 47 കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, ഇദ്ദേഹം തിരിച്ചു വരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇദ്ദേഹം അടിമയാണോ അതോ സ്വതന്ത്രനാണോ? ഈ മനുഷ്യൻ ഇപ്പോൾ അടിമയാണോ അതോ സ്വാതന്ത്ര്യം ലഭിച്ച വ്യക്തിയാണോ? അങ്ങേര് സ്വതന്ത്രനാണ്. പക്ഷേ അയാൾ സ്വതന്ത്രനാന്നുള്ള കാര്യം ഈ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. ഇദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത് 1947 മുമ്പുള്ള കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് കിടക്കുന്നത്. പക്ഷേ കാലഘട്ടം കഴിഞ്ഞു, ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷേ ഈ മനുഷ്യനും സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ ഇയാൾ എന്ത് ചെയ്യുന്നില്ല, ഈ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്നില്ല, സ്വാതന്ത്ര്യ ബോധത്തിൽ ജീവിക്കുന്നില്ല. ഇതാണ് യേശു പറഞ്ഞ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചോണേ. അപ്പോൾ സുവിശേഷം നിങ്ങൾ അറിയുന്ന സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ ഈ സ്വാതന്ത്ര്യ ബോധം നിങ്ങളിൽ വരുന്നില്ലെന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത്, ബ്രദറെ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വചനം, ഈ ഷോർട്ട് മെസ്സേജുകൾ ഇട്ടായിരുന്നു അല്ലേ. ഷോർട്ട് മെസ്സേജ് ഇട്ട സമയത്ത് അത് എല്ലാവർക്കും കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഞാൻ കുറേ നാൾ നമ്മൾ ചെയ്യാതിരുന്നതാണ്. വീണ്ടും കൃപയാൽ അത് ചെയ്യാൻ ഇടയായി തീർന്നു. അത് ഒത്തിരി ആളുകൾക്ക് അനുഗ്രഹമായിരുന്നു കേൾക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഹെഡിങ് ഇട്ട്, അതായത് മന്ത്രവാദ ശക്തികൾ, ആഭിചാര ശക്തികൾ, അങ്ങനെയുള്ളതിൻ്റെ അകത്ത് ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പലർക്കും പേടിയാണല്ലേ. അപ്പോൾ അങ്ങ് ഉള്ളവർക്ക് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടു. അപ്പോൾ എനിക്കറിയാവുന്നൊരു മനുഷ്യൻ, എനിക്കറിയാമെന്ന് വെച്ചാൽ വേണ്ടപ്പെട്ടൊരു മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ ഇടയായി തീർന്നു. അദ്ദേഹം ഇങ്ങനെ കമൻറ്റ് ചെയ്തു, അതായത് ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ആളുകളെ പറ്റിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ തട്ടിപ്പിൻ്റെ രീതിയിലാണ് എനിക്കറിയാവുന്ന മനുഷ്യൻ, അതായത് ഞാൻ വളരെ നാളായിട്ട് എനിക്കറിയാവുന്നൊരു വ്യക്തി വിമർശിക്കുന്ന രീതിയിൽ അതിട്ടു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ മെസ്സേജ് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം വേറൊന്നുമല്ല, ആളുകളുടെ മനസ്സിലേക്ക് ഇപ്പോഴും ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ വചനം ശ്രദ്ധിക്കാതെ ഹെഡിങ് മാത്രം എന്ത് ചെയ്യുന്നു, ഇപ്പോഴും ഭയത്തിൽ ജീവിക്കുന്നവരുണ്ട്. ഇപ്പോഴും പിശാചിൻ്റെ പ്രവൃത്തികൾ എനിക്ക് ഫലിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ അവരോടാണ് ഞാൻ ഈ വചനം പറയുന്നത്, നിങ്ങളിനി ഭയപ്പെടേണ്ട. ഈ വചനം പറഞ്ഞാൽ ഒരു ശക്തിയും നിങ്ങളെ തൊടത്തില്ല. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ വചനമാണ്. ഇത് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. പക്ഷേ ഇത് ബോധം നമുക്കിൽ ഉണ്ടാകണം.
എന്താണ് ഈ ബോറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ 1-ാം വാക്യത്തിൽ പറഞ്ഞ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. കണ്ടോ, സ്വാതന്ത്ര്യത്തിനായിട്ട്. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പുവിൻ. യേശു പറഞ്ഞില്ലേ, എൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമല്ല, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാണ്. ഉറച്ചു നിൽക്കണം. ഈ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലേക്ക് ഞാൻ വരാം. 1947 മുമ്പ് ചാടിപ്പോയി കാട്ടിൽ ഒളിച്ചിരുന്ന മനുഷ്യൻ 47, 48, 49 കഴിഞ്ഞിട്ടും ഈ മനുഷ്യന് ഇപ്പോൾ തിരിച്ചു വരാൻ പേടിയാണ്. ഇയാളുടെ മനസ്സിൽ മൊത്തവും അയ്യോ ഞാൻ ഇപ്പോഴും അടിമയാണല്ലോ എന്നുള്ള ചിന്തയാണല്ല. നീ സ്വതന്ത്രനാണ്. പക്ഷെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈ ഉറച്ചു നിൽക്കാത്തതിൻ്റെ കാരണം അവെയർനെസ്, ശ്രദ്ധിച്ച്, അതിനെപ്പറ്റിയുള്ള ഒരു ബോധം നിങ്ങളിൽ വരുന്നില്ല. ഈ ബോധം എങ്ങനെയാണ് വരുന്നത്? ആ ബോധത്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗലാത്യ സുവിശേഷം അല്ലെങ്കിൽ ഗലാത്യ ലേഖനം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ അകത്ത് പൗലോസ് ലീഗ വളരെ കർക്കശമായിട്ട് സംസാരിക്കുന്ന ചില വാക്കുകളുണ്ടല്ലേ. അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു 3-ാം വാക്യം, യേശുക്രിസ്തു 3-ാം അധ്യായം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു വിട്ടവനെ നിങ്ങളുടെ കൺമുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ പിന്നെയും ശുദ്രം ചെയ്ത് മയക്കിയവനാർ. ആമേൻ. ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂശിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ഈ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം വാക്യത്തിൽ പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പം എന്ന് പറയുന്ന പിശാചിൻ്റെ തല തകർക്കും, അല്ലേ? ഉൽപ്പത്തി 3:15. അപ്പോൾ സ്ത്രീയുടെ സന്തതി പിശാചിൻ്റെ തല തകർക്കും. കാൽവരി ക്രൂശിൽ പിശാചിൻ്റെ തല തകർത്തു. പിശാചിൻ്റെ, അതുകൊണ്ട് കൊലോസ്യലേഖനത്തിൽ പറയുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. കൊലോസ്യലേഖനം നോക്കിക്കേ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. കൊലോസ്യർ 2:14-15 അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടും, ഇത്രയും വചനം കേട്ടിട്ടും പലപ്പോഴും ഒരു ചോദ്യം, ബ്രദറെ, പിന്നെ ഈ ലോകത്തിൽ പിശാച് എങ്ങനെയാണ് ലോകത്തിൽ പ്രവർത്തിക്കുന്നത്, പലരുടെയും ജീവിതത്തിൽ എങ്ങനെയാണ് ഇവൻ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശ്രദ്ധിച്ചു നോക്കിക്കോണേ, നിങ്ങൾക്കിപ്പോഴും അവെയർനെസ് വരുന്നില്ല. സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും സ്വാതന്ത്ര്യ ബോധത്തിൽ നടക്കുന്നില്ല. എന്നോട് ഞാൻ പറയാം, ഇപ്പോഴും അടിമ മനോഭാവത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത്, ബ്രദറെ, പിശാച് എന്തോ എൻ്റെ ജീവിതം. നോക്കിക്കേ, ഇവിടെ പൗലോസ് ലീഗ ചോദിക്കുകയാണ്, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത്, അതായത് കൂടോത്രം ചെയ്ത് മയക്കി വെച്ചിരിക്കുന്നത് ആര്? പൗലോസ് വലിയൊരു ചോദ്യം ചോദിക്കും. ഇത്രയും വലിയ ഒരു ക്രൂശ് നിങ്ങൾക്ക് മനസ്സിലായിട്ട്, ഈ മർമ്മം പിടികിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിങ്ങളെ കൂടോത്രം ചെയ്ത് മയക്കിയതുപോലെ നിങ്ങളിപ്പം മറ്റൊരു സുവിശേഷത്തിലേക്ക്, നമ്മൾ ഈ ഗലാത്യ ലേഖനം ഇന്നാൾ ധ്യാനിച്ച സമയത്ത് ഞാനത് പറഞ്ഞായിരുന്നല്ലേ, എന്താണ് മറ്റൊരു സുവിശേഷം. അതുകൊണ്ട് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയപരിമിതി ഉള്ളതുകൊണ്ട്. നോക്കിക്കേ, അപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം, യേശുക്രിസ്തു പറഞ്ഞ വാക്ക് നിങ്ങൾ മനസ്സിലാക്കിയോ? എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. എങ്ങനെ നിലനിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടോ? ഈ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലെ വാക്ക് കണ്ടോ? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാറുണ്ടല്ലേ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ പ്രവേശിക്കാവുന്നതാണ്. ആ ലിങ്കും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ലിങ്കിൽ പ്രാർത്ഥനയിലേക്ക് വരാമെന്നാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അപ്പോൾ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. പക്ഷെ നമ്മളിപ്പോഴും സ്വാതന്ത്ര്യം മനസ്സിലാക്കുന്നില്ല. സ്വാതന്ത്ര്യത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോഴും ഭയത്തിൻ്റെ അകത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടോ, അയ്യോ എന്തോ അനർത്ഥം സംഭവിക്കാൻ വേണ്ടി പോകുന്നു, എന്തോ ഒരു സംതിങ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക, അനർത്ഥം വരുമെന്ന് നിൻ്റെ മനസ്സ് ചിന്തിക്കുകയാണ്. ബൈബിളൊരു വാക്യമുണ്ടല്ലേ, അനർത്ഥത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, ഉറച്ചു നിൽക്കണം. ദൈവം എനിക്ക് അനുകൂലമാണ്. ഏതെങ്കിലുമൊക്കെ ഒരു വഴി എനിക്ക് വേണ്ടി ദൈവം തുറക്കും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഏതെങ്കിലുമൊക്കെ ഒരു വഴി എനിക്ക് വേണ്ടി ദൈവം തുറക്കുമെന്ന് പറ.
ഏതെങ്കിലും ഒരു വഴി എനിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വഴി ദൈവം എനിക്ക് തുറക്കുന്നു. നിങ്ങൾ ഇതിനെ പ്രഖ്യാപിക്കണം. നിങ്ങൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ അകത്ത് വളരെ വളരെ മർമ്മമുണ്ട് പ്രിയരെ. നിങ്ങൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചിന്തിക്കും, നിങ്ങൾ പറയത്തില്ല, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുക, നമ്മൾ അഭിചാരം മന്ത്രവാദമൊക്കെ നമ്മൾ ഭയപ്പെടുന്നവരാണ്. പല ആളുകളും ഭയപ്പെടുന്നവരാണ്. എന്തുകൊണ്ട് ഈ ഭയപ്പെടുന്ന അറിയാവോ? ഭയപ്പെടുന്നതിൻ്റെ കാരണം ഇന്നും വിശ്വാസിക്ക് ഇത് ഫലിക്കും എന്ന് ഞാൻ വിശ്വാസിയെ പറ്റിയാണ് പറയുന്നത്. യേശുവിനെ അറിയാത്ത വ്യക്തി, 2 കാറ്റഗറിയുണ്ട്. ഒന്ന്, യേശുവിനെ അറിയാത്തവരും വിശ്വാസത്തിൽ വന്നിട്ടും ഇപ്പോഴും ഈ കാര്യത്തെപ്പറ്റിയുള്ള ബോധമില്ലാത്തവർക്ക് ഇത് ഫലിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഉദാഹരണത്തിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് അറിഞ്ഞിട്ടും ആ വ്യക്തി ഇന്ത്യയിലേക്ക് ഏതെങ്കിലും ഒരു ബോർഡറിലേക്ക് വന്നാൽ ഇപ്പോഴും പേടിച്ച് വിറച്ചെവിടെയും പോയി കിടക്കുക. ഇങ്ങേർക്ക് പേടിയാണ്, എന്നെ പിടിക്കുമോ, എന്നെ ഉപദ്രവിക്കുമോ, എന്നെ അടിമയാക്കി വെച്ചിക്കുമോ എന്നൊക്കെ ചിന്തയുള്ളത് കൊണ്ട് എവിടെ ചെന്നാൽ ഈ ഭയമാണ്. ഈ ഭയമുള്ളവൻ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയപ്പെടുന്നവൻ ഒരിക്കലും സ്വാതന്ത്ര്യമില്ല. ആമേൻ. ഒരു വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഒരു കാര്യം ഉറപ്പിച്ചോണം. രക്ഷിക്കപ്പെട്ട വിശ്വാസിയോട് ബൈബിൾ പറയുന്നു, പിശാചിൻ്റെ തല യേശു തകർത്തു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഈ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ശത്രുക്കളായിരുന്നപ്പോൾ പുത്രൻ്റെ മരണത്താൽ ദൈവം എന്നോട് നിരപ്പിച്ചു. ഇത്രയും വചനങ്ങൾ കിടക്കുക. അപ്പോൾ ഇനി ഞാൻ എന്താ ജീവിതത്തിൽ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം പറയണം. ഈ ബൈബിൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു രീതി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു, പലർക്കും അറിയാത്തൊരു മർമ്മമാണ്. ഞാൻ ഇന്നാളൊരു ചോദ്യം ചോദിച്ചായിരുന്നു. ലോകത്തിൽ ഒരു സ്ഥലത്തും യേശുക്രിസ്തു 38 സംവത്സരമായി ആ ഒരു വെള്ളത്തിൻ്റെ ഇളക്കം തട്ടി നിൽക്കുന്ന ആ മനുഷ്യൻ്റെ, അതായത് ശലോമോൻ്റെ മണ്ഡപത്തിൽ കിടക്കുന്ന മനുഷ്യനോട് 38 വർഷമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുക? രോഗിയെ കിടക്കുക. ആ മനുഷ്യനോട് യേശു എന്ത് മരുന്ന് യേശു പറഞ്ഞു കൊടുത്തത്? ആ വ്യക്തിയോട് യേശു എന്ത് സീക്രട്ട് മരുന്ന് കർത്താവ് കൊടുത്തത്? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അല്ല, 38 വർഷമായ രോഗിയോട് യേശു എന്നാ പറഞ്ഞത്? നിന്റെ കിടക്ക എടുത്ത് നടക്കുക. 38 സംവത്സരമായി ആ ഇളക്കം തട്ടുവാൻ വേണ്ടി, അല്ലെങ്കിൽ ദൂതം വന്ന് വെള്ളം കലക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഇളക്കം തട്ടി അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി കിടക്കുന്ന മനുഷ്യനോട് യേശു വന്നിട്ട് പറയും, നിന്റെ കിടക്ക എടുത്ത് നടക്കുക. ഞാൻ ചോദിച്ചോട്ടെ, 38 വർഷമായിട്ട് നിങ്ങളുടെ നാട്ടിൽ രോഗിയായി കിടക്കുന്ന ഒരാളോട്, കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്തൊരു വ്യക്തിയോട് നിങ്ങൾ പോയിട്ട്, ഏതെങ്കിലും ഡോക്ടർ പോയിട്ട് പറയുമോ, ഒരു കാര്യം ചെയ്യാം ചേട്ടാ, കിടക്ക പായും തലവണ എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും തളർവാദ രോഗി എണീറ്റ് നടക്കുമോ? ലോകപ്രകാരം പറ. ഇല്ല. നിങ്ങൾക്ക് ദൈവത്തിൽ മാത്രമേ ഇത് കാണാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിലും ദൈവസന്നിധിയിലും മാത്രമേ ഇങ്ങനെ ഒരു കാര്യം ലോകത്തിൽ കാണാൻ പറ്റത്തുള്ളൂ. ലോകത്തിൽ ഇത് നടക്കുന്നത് ബൈബിളിൽ മാത്രമാണ്, വിശ്വാസികളുടെ ഇടയിൽ മാത്രമാണ്. അപ്പോൾ എന്താ സീക്രട്ട് എന്ന് ഞാൻ പറഞ്ഞത്? സീക്രട്ട് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പറയുക എന്നുള്ളതാണ്. പറയുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിൻ്റെ സിസ്റ്റം പറയുക എന്നുള്ളതല്ല, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പ്രവർത്തിക്കുക. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത പറയുക, വിശ്വസിക്കുക, പറയുക. ഈ ലോകത്തിൻ്റെ സിസ്റ്റം പ്രവർത്തിക്കുക. നിങ്ങൾ നോക്കിക്കേ, ഞാൻ ചോദിച്ചോട്ടെ, ഉദാഹരണം പറയണം, മനസ്സിലാക്കാൻ വേണ്ടി. തെറ്റിദ്ധരിക്കരുത്, ശ്രദ്ധിച്ചോണേ. നിങ്ങൾക്ക് ജീവിതത്തിൽ മാസം നിങ്ങൾക്ക് ശമ്പളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മാസം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരണമെങ്കിൽ, മാസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ നന്മ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആര് ജോലി ചെയ്യണം? നമ്മ ചെയ്യണം. നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ നന്മ വരത്തുള്ളൂ അല്ലേ? ലോകത്തിൽ നിങ്ങൾ അമേരിക്കയിൽ പോയാലും, ഇന്ത്യയിൽ ചെന്നാലും, ദുബായിൽ പോയാലും, ലോകത്തിൽ ഏത് സ്ഥലത്ത്, യൂറോപ്പിലോ മിഡിൽ ഈസ്റ്റിലോ ഇന്ത്യയിലോ എവിടെ ചെന്നാലും നിങ്ങൾ ജോലി ചെയ്തെങ്കിൽ മാത്രമേ നന്മയുണ്ടാകത്തുള്ളൂ. പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നന്മയുണ്ടാകത്തുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, 5000 പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്നൊരു കൂട്ടം യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി 3 ദിവസം ഉറക്കം ഉളച്ചവർ വന്നിരിക്കും. ഞാൻ ചോദിച്ചോട്ടെ, അവർക്ക്
പേർക്ക് യേശു ക്രിസ്തു 5 അപ്പം കൊടുത്ത് അത് വാഴ്ത്തി 5000 പേർക്ക് കൊടുത്തത് എങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? എങ്ങനെ പ്രവർത്തിച്ചു? നമുക്ക് ഇത്രയും പേർക്ക് നിങ്ങൾക്ക് ഒരു കല്യാണ സദ്യ ഒരുക്കണേ തന്നെ എന്തോരം കാശ് വേണം. 10,000-2000 പേരെ വിളിച്ചൊരു കല്യാണ സദ്യ ഒരുക്കണമെങ്കിൽ എന്തോരം കാശ് വേണം. കാശ് മാത്രം പോരല്ലോ, കാശ് കൊടുത്താൽ പ്രവർത്തിക്കുവാൻ ആൾ വേണം, കറി വെക്കാൻ ആൾ വേണം, അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും കൂട്ടാനും എല്ലാം ഉണ്ടാക്കാൻ ആൾ വേണം. ഇത്രയും ആളുകൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു കാര്യം നടക്കത്തുള്ളെങ്കിൽ യേശു ക്രിസ്തു വളരെ സിമ്പിളായിട്ട് അത് ചെയ്തു. അപ്പം ലോകത്തിൽ ഈ ഒരു സിസ്റ്റം ദൈവത്തിനായത്തിൽ മാത്രമാണ്. അപ്പോൾ ദൈവരാജ്യം വ്യത്യാസമാണ്, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ വ്യത്യാസമാണ്. ഈ മർമ്മം നിങ്ങൾ തിരിച്ചറിയണം. അപ്പം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയത് വിശ്വാസ മാർഗത്തിൽ നിൽക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ നിൽക്കുന്നത് വിശ്വാസ മാർഗത്തിലാണ്. വിശ്വാസ മാർഗത്തിൻ്റെ പ്രത്യേകത രാവിലെ മുതൽ വൈകുന്നേരം വരെ പറയുക, വിശ്വസിക്കുന്നത് പറയുക. ഒരു വഴി ദൈവം തുറക്കും, ഒരു വഴി ദൈവം തുറക്കും. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവത്തിൻ്റെ വഴികൾ ഞാൻ കാണും. ആ വചനം ചേർത്ത് നിങ്ങൾ പറയണം. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റം. ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റം അതാണ്. ദൈവരാജ്യം പ്രവർത്തിക്കുന്നത് വിശ്വസിക്കുന്നവർ പറയുന്നതിലൂടെയാണ്. ഇതാണ് സ്വാതന്ത്ര്യത്തിലൂടെ ലഭിച്ച സുവിശേഷം. ഇതാണ് കർമ്മമാർഗമല്ല, വിശ്വാസമാർഗം. ഇതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമ നുകം നോക്കിക്കേ, അടിമ നുകത്തിൽ കുടുങ്ങിപ്പോകരുത്. ഇനി എന്താ അടിമ നുകം എന്നുള്ളത്? ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അകത്ത് പൗലോസ്ലീഹ പറയുകയാണ്, അയ്യോ നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത് എന്ത്? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ ഇങ്ങനെ ചെയ്യുന്നത്? നോക്കിക്കേ, വിശ്വാസത്തിൻ്റെ പ്രസംഗം. അപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഇതിൽ നിലനിൽക്കണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയണം. ദൈവരാജ്യം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. എന്തൊരു വളരെ ഈസി ആണെങ്കിൽ പോലും മനുഷ്യബുദ്ധിയുടെ ഒരു സിസ്റ്റം, മനുഷ്യൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ, നമ്മളാരും ജനിച്ചപ്പോൾ മുതൽ ഇന്നേ വരെ ഈ നിമിഷം വരെ പറഞ്ഞ് ഒരു കാര്യം ജീവിതത്തിൽ നമ്മൾ പറയുക, നിങ്ങൾ ഒരു മാസം നിങ്ങൾ രാവിലെ എണീക്കുന്ന ഉടനെ അക്കൗണ്ടിൽ നോക്കിയിട്ട് പറയാം, ഇന്ന് എനിക്ക് കൊച്ചിന് ഫീസ് അടയ്ക്കാനുള്ള കാശ് രാവിലെ എണീറ്റപ്പോൾ നിങ്ങൾ പറയും അക്കൗണ്ടിൽ വരട്ടെ. ഇനി വീടിൻ്റെ അകത്ത് വാടകയാണോ അല്ലെങ്കിൽ ഇനി വീടിൻ്റെ അടവാണോ 15,000 രൂപ അക്കൗണ്ടിൽ വരട്ടെ. അടുത്തത് എൻ്റെ അരിയും മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള പൈസ അക്കൗണ്ടിൽ വരട്ടെ എന്ന് പറഞ്ഞ് ജീവിച്ചവരാണോ നമ്മൾ? അല്ല. നമ്മൾ എണീറ്റപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ പേഴ്സ് നോക്കിയപ്പോഴേക്കും കാലിയാ, ഇന്ന് ജോലിക്ക് പോകണം. എന്തിനാണ് ജോലിക്ക് പോകുന്നത്? നമുക്ക് ജീവിക്കാൻ വേണ്ടി. നോക്കിക്കേ, ഇങ്ങനെ ജോലിക്ക് പോയി ജീവിക്കാൻ വേണ്ടി പോകുന്ന നമ്മളോട് ഒരു ദിവസം വന്നിട്ട് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ നിങ്ങൾ പറയും ആമേൻ, കുഴപ്പമില്ല, എല്ലാം നടക്കട്ടെ. വിശ്വാസമാർഗം നിങ്ങളുടെ മനസ്സിലോട്ട് കയറണമേ. വിശ്വാസമാർഗം എന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂശിൽ എൻ്റെ യേശു കർത്താവ് എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ശാപത്തെ ക്രൂശിൽ മാറ്റി. അപ്പം ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവരാജ്യവുമായിട്ട് എന്നെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷമാണ്. ഇതിൽ ഉറച്ചു നിൽക്കണം. അടിമ നുകമെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഇത് ചെയ്യുന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. പ്രവർത്തിക്കണം. നിങ്ങൾ പ്രവർത്തിക്കുന്നവരല്ല, വിശ്വാസ മാർഗത്തിൽ നിലനിൽക്കുന്നവരാണ് നിങ്ങളും ഞാനും. പലപ്പോഴും ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ നേരം വിളക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം ആ സഹോദരി പറഞ്ഞ വലിയൊരു സാക്ഷി ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ ഞാൻ ആ രോഗവിവരം ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും ആ സഹോദരി പറഞ്ഞ അവരെന്തോ ബ്ലഡിലെ ആണോ എന്തോ കൗണ്ട് നോർമൽ ആകുന്നില്ല, വർഷങ്ങളായിട്ട് US നിന്നെങ്ങാണ്ട് മരുന്ന് കൊണ്ടുവന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് ആ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അവർ. അപ്പോൾ അവർ പലരും സഹോദരി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ പ്രാർത്ഥനയെ കൂടിക്കൊണ്ടിരുന്നൊരു സഹോദരിമാർ 2 പേര് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന് മുതൽ പറയണം, എൻ്റെ സകല ബ്ലഡ് കൗണ്ടുകൾ നോർമലാക്കിയതിന് നന്ദി. എത്ര പേര് ആ സാക്ഷ്യം കേട്ടായിരുന്നു? ഞാനത് എക്സാക്റ്റ് സാക്ഷി ഓർക്കുന്നില്ല. എത്ര പേരത് ഓർക്കുന്നുണ്ടായിരുന്നു ആ സാക്ഷ്യം? ആമേൻ. അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ആ സഹോദരി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞത്, ഇന്ന് മുതൽ നീ ഇങ്ങനെ പറയണം,
ഇന്ന് മുതൽ എൻ്റെ ബ്ലഡിലെ എല്ലാ കൗണ്ടുകളും വർഷങ്ങളായിട്ട് ഈ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ആ മെഡിസിൻ എടുക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞ കാരണം നിൻ്റെ ബ്ലഡിലെ ബ്ലഡാണെന്ന് എനിക്ക് തോന്നുന്നത് കൗണ്ട് ഇപ്പം നോർമലല്ല. അത് എന്നാണോ നോർമൽ, 6 മാസമായിട്ട് അത് നോർമൽ ആകുന്നില്ലാത്തതുകൊണ്ട് ഈ മരുന്ന് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ സൗകര്യം പറഞ്ഞു, നീ ഇന്ന് മുതൽ പറയണം ഇത് ശരിയാക്കിന് നന്ദി. നോക്കിക്കേ, ഡോക്ടർ പോലും ശരിയായാലേ മെഡിസിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു വെച്ചിരുന്നതാ. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ അതിൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്താ പ്രാർത്ഥന? നമ്മുടെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. അങ്ങനെ ചെയ്തപ്പോൾ എന്തു സംഭവിച്ചു? ആ വ്യക്തിയുടെ കൗണ്ട് നോർമലായി. കർത്താവിൻ്റെ കൃപയിൽ 6 മാസം അവസാനം ഡോക്ടർ അവസാനം വീട്ടിൽ കൊടുത്തു വിട്ടെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം നമ്മൾ പലപ്പോഴും പറയുന്നതിൻ്റെ അകത്ത് കാര്യമുണ്ട് പ്രിയരെ. ദൈവരാജ്യത്തിൻ്റെ രീതി അങ്ങനെയാണ്. നമ്മളുമായിട്ട് വളരെ വ്യത്യാസമാണ്. കൾച്ചറുകൾക്ക് വ്യത്യാസമുണ്ട്. പല രീതിയിലുള്ള കൾച്ചർ വ്യത്യാസം നമ്മുടെ രാജ്യങ്ങളിലുള്ളതുപോലെ ഇപ്പോൾ ഇന്ത്യയിലെ കൾച്ചറല്ല നിങ്ങൾ പോകുമ്പോൾ മറ്റേതെങ്കിലും രാജ്യത്ത്, യൂറോപ്പിലെ കൾച്ചറല്ല മറ്റേതെങ്കിലും നമുക്ക് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ, കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും എന്തൊരു വ്യത്യാസമല്ലേ. ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഞാനൊരു ചെറിയ വ്യത്യാസം കണ്ടത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുക. ഞാൻ ഈ കഴിഞ്ഞിടെ നമ്മുടെ ഒരു ഭവനത്തിൽ, ഒരു സഹോദരൻ്റെ ഭവനത്തിൽ പോയപ്പോഴേക്കും അവിടെ രണ്ട് പിള്ളേർ എനിക്ക് തോന്നുന്നത് അവർക്ക് വലിയ പ്രായം ഉണ്ടെങ്കിൽ തോന്നുന്നില്ല, ചെറിയ 12-11 വയസ്സ് പിള്ളേരേ ഉള്ളൂ. അവർ അവർ മിക്ക വീടുകളിലും കയറിയിട്ട്, അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന വീടുകളിലും കയറിയിട്ട് എന്ത് ചെയ്യുക, അവരെല്ലാ വീട്ടിലും കയറിയിട്ട് ചോദിക്കുകയാണ് വണ്ടി കഴുകാനുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ വണ്ടി കഴുകാനുണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കും അപ്പോൾ ഞാൻ ഓർത്ത്, അപ്പോൾ ഈ പുറത്തുനിന്ന് അവർ പോയി അന്വേഷിച്ചപ്പോഴേക്കും ഞാൻ ഓർത്ത് ഇനി കാറ് വാട്ടർ സർവീസ് ചെയ്യുന്ന ആൾക്കാർ വീടുകളിലൊക്കെ പോയി സർവീസ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അവർ ആ സർവീസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അപ്പോൾ അകത്തോട്ട് വന്നപ്പോൾ ഞാൻ വെച്ചത് കാർ സർവീസാണോ? അല്ല. അപ്പോൾ 2 പിള്ളേരാന്ന് പറഞ്ഞു. അവർ ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, കഴുകുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റുമോ? 12 വയസ്സല്ലേ താഴെ എനിക്ക് തോന്നുന്നു പ്രായമുള്ളതെന്ന് തോന്നുന്നു. 2 പിള്ളേർ ബക്കറ്റും വെള്ളമായിട്ട് എന്ത് ചെയ്യുക, അവരുടെ പോക്കറ്റ് മണിക്ക് വേണ്ടി അവരെന്ത് ചെയ്യുക, ആ വീട്ടിൽ വന്നിട്ട് അവരുടെ കാറ് നന്നായിട്ട് വൃത്തിയായി കഴുകി കൊടുക്കും. അപ്പം ഞാൻ ചോദിച്ചു, പാവം വീട്ടിലൊന്നും ഇല്ലാത്തവരായിരിക്കും അല്ലേ എന്ന് പറഞ്ഞു. ഉടനെ അവർ പറയല്ല, വീട്ടിൽ 2 ബെൻസ് ഉള്ളവരാ. കണ്ടോ, വീട്ടിൽ 2 ബെൻസുകാരുള്ളവരാണ് ഇവിടെ വീട്ടിൽ വന്ന് എന്ത് ചെയ്യുക, എല്ലാ വീട്ടിലും കയറി പിള്ളേർ എന്ത് ചെയ്യുക. നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ പിള്ളേരെ അങ്ങനെ ചെയ്യുന്നത്? അവരങ്ങനെയല്ല. ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ അവർ ചെറുപ്പകാലം മുതലേ കുഞ്ഞുങ്ങളെ തന്നെത്താൻ അവർക്ക് നിലനിൽക്കുവാനും അവരെ തന്നെത്താൻ കേപ്പബിലിറ്റിയിലേക്ക് കൊണ്ടുവരാനും അവർ പഠിപ്പിക്കും. എന്ത് ജോലി ചെയ്യാനും മടിയില്ലാത്തവരാക്കി മാറ്റും. നമ്മൾ നേരെ തിരിച്ചല്ലേ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ ഒരു പ്രായം, നമ്മുടെ രീതി വ്യത്യാസമല്ലേ, നമ്മുടെ കൾച്ചറുകൾക്കകത്ത് നമ്മൾ പഠിച്ചതുമൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് അതിശയമായി പോയി. കാര്യം അവർ 2 പിള്ളേർ അവരെന്ത് ചെയ്യുക, അവർക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടി അവരെല്ലാ വീട്ടിലും പോയി ചോദിക്കുന്നു ഇവിടെ കാറ് കഴുകാനുണ്ടോ. അപ്പം അവർ കാശ് ഇല്ലാത്ത കുടുംബത്തിലെ അല്ല, പൈസ ഉള്ള കുടുംബത്തിലാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മടിയൊന്നും. അവർ പറയും നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യും, വണ്ടി കഴുകി കൊടുക്കും 2 പിള്ളേരോട് ചേർന്ന്. അവർക്ക് നമ്മൾ ഇത്ര പൈസ കൊടുത്താൽ മതി. അവരെന്ത് ചെയ്യും, ഇങ്ങനെ 10 വീട്ടിൽ കയറി വണ്ടി കഴുകും. അപ്പോൾ അപ്പനെയും അമ്മയും അവർക്ക് ആശ്രയിക്കേണ്ട കാര്യമില്ല. ചെറുപ്രായത്തിൽ അവർക്കത് പഠിത്തത്തിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും, അവരത് പഠിച്ചെടുക്കും. കണ്ടോ. അപ്പോൾ നമ്മുടെ കൾച്ചറുമായിട്ട് വ്യത്യാസമുണ്ട്. ഇതേപോലെ ദൈവരാജ്യത്തിൻ്റെ അകത്തെ കൾച്ചറുകൾ വ്യത്യാസമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ അകത്തായിരിക്കുന്നത്, നമുക്ക് ഫ്രീഡം ഉണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മൾ ഫ്രീഡത്തിൽ. അത് എന്തുകൊണ്ടാണ് അറിയാത്തതെന്നറിയാവോ? നമ്മൾ പറയാത്തത് കൊണ്ടാണ്. നിങ്ങൾ പറയും, ബ്രദറെ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്, ബ്രദർ പറയുമ്പോൾ നല്ല രസമാണ്, ഞാനായിരിക്കുന്ന വിഷയത്തിൻ്റെ അകത്തിരിക്കുന്ന ബ്രദറെ എനിക്കിതൊന്നും തലയ്ക്കകത്തോട്ട് കയറുന്നേയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ തലയ്ക്കകത്തോട്ട് കയറാത്തതെന്നറിയാവോ? നിങ്ങളോട് ഞാനിപ്പോൾ പറയുക, നിങ്ങൾ ആ വലിയൊരു മല കയറി തിരിച്ചു വന്നാൽ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളിനി 4 വേലയിലും നിങ്ങൾ ഓടി അതിനകത്തോട്ട് കയറും. കാര്യം നമ്മുടെ ഒരു ബുദ്ധിയുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ച് കിട്ടുന്നതാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനെ ടീച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തലമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിച്ചാലേ വല്ലോ നടക്കത്തുള്ളൂ, നമ്മൾ അധ്വാനിച്ചാലേ വല്ലോ നടക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ അധ്വാനിക്കരുതെന്നല്ല ഞാനീ പറയുന്നത്. സിസ്റ്റം വ്യത്യാസമുണ്ട്. യേശുക്രിസ്തുവിന് നിങ്ങളുടെ ഭവനത്തിൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ കടന്നു പോകുന്ന വിഷയത്തിൽ ഒരത്ഭുതം ചെയ്യുവാൻ 1 സെക്കൻഡ് മതി. നിങ്ങളത് വിശ്വസിക്കണം. ഞാൻ സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ അകത്താണ്, അടിമനുഖത്തിലല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എൻ്റെ വചനം വിശ്വസിക്കുന്ന യഹൂദന്മാരുടെ. അപ്പോൾ യഹൂദൻ്റെ രീതി വ്യത്യാസമാണ്. യഹൂദൻ ന്യായപ്രമാണം മൊത്തം പ്രവർത്തിച്ചാലേ അനുഗ്രഹിക്കപ്പെടൂ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാരുടെ യേശു തന്നിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരോട്
യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാണ്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുകയും ചെയ്യും. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷം അറിയണം. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചില്ലേ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അടിമ നുകത്തിൽ 3-ാം വാക്യം പറഞ്ഞു, പിന്നെയും കുടുങ്ങി പോകരുത്. എന്താ അടിമനുഖം? അടിമനുഖം എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ച് നേടുക എന്നുള്ളതാണ് അടിമനുഖം. വിശ്വസിച്ച് നേടുക എന്നുള്ളതല്ല, പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് വിശ്വാസ ജീവിതത്തിലേക്ക് പറയുമ്പോഴേക്കും ഈ പലരും പറയത്തില്ല, മാന്യമായ വസ്ത്രം നമ്മൾ ധരിക്കണം കേട്ടോ. പക്ഷേ ഞാൻ പറയുക, ഇന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നാലേ ഉള്ളൂ ദൈവം നിങ്ങളോട് പ്രസാദിക്കത്തുള്ളൂ, ഇന്ന കാര്യങ്ങളൊക്കെ വർജിച്ചാലേ ഉള്ളൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് പ്രവൃത്തിയാണ്. പ്രവൃത്തിയുടെ സുവിശേഷമാണ്. നമ്മുടെ ഇടയിലുണ്ടല്ലോ, തുടരുത് രുചിക്കരുത് എന്ന് പറയുന്ന ഈ സുവിശേഷം നമ്മുടെ ഇടയിലുമുണ്ട്. സിസ്റ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. പ്രവർത്തിച്ചാലേ ഉള്ളൂ നടക്കത്തുള്ളൂ. അല്ല, വിശ്വസിക്കുന്നവൻ പറയണം, വിളിച്ചു പറയണം. എൻ്റെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ എന്താണോ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഭാരങ്ങൾ പറയണം. ഈ ഒറ്റ രാത്രി ഇരുട്ടി വെളുക്കും വലിയ കാര്യങ്ങളെ പ്രതീക്ഷിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, നിങ്ങളിങ്ങനെ ഭോഷനെ പോലെ വിളിച്ചു പറയണം. എന്താ ഈ ഭോഷൻ എന്ന് പറഞ്ഞാൽ? വിഡ്ഢിത്തരങ്ങൾ ലോകത്തിൽ പറയുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നറിയോ? ഭോഷന്മാർ. ഇപ്പം ഞാനൊരു ഭോഷത്വം പറയാം നിങ്ങൾക്ക്, അതായത് ഒരു മണ്ടത്തരം ഒന്ന് തോന്നുന്ന ഒരു കാര്യം പറയാം. നിങ്ങളിപ്പം നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു സാധാരണ നിങ്ങളൊരു പാറക്കെട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ, ഉദാഹരണമാണ്, ആ പാറ ഒരു കുന്നിന്മേൽ താമസിക്കുന്നു പറയാം, നേരം വെളുക്കുമ്പം ഇതൊരു കടൽ എൻ്റെ മുമ്പിൽ വരും. ഇത് കേൾക്കുന്ന വ്യക്തി പറയും, എന്തൊരു മണ്ടത്തര പറയുന്നത്, ഇതൊന്നാം തരം. ഇപ്പോൾ ഉദാഹരണം പറയും, ഇടുക്കിയിലോ വയനാട്ടിലോ ഒക്കെ താമസിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് അവിടെ അറിയാമെന്നല്ലേ, നമുക്കവിടെ ഒരു ഉയർന്ന പ്രദേശമാണ്, മലനിരകളുണ്ടല്ലേ, മനോഹരമായ മലനിരകൾ ഇഷ്ടംപോലെ. പക്ഷേ നിങ്ങൾക്ക് കടലില്ല. ഇപ്പം ഞാൻ കോട്ടയത്ത് വന്നിട്ട് പറയുക, ഇവിടെ ഇപ്പോൾ ഞാൻ കോട്ടയം ടൗണിൽ അങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ ഒരു കടലുണ്ടായി വരട്ടെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇതെന്ത് വിഡ്ഢിത്തരാണ് പറഞ്ഞത്. ഇടുക്കി മുതൽ കോട്ടയം അങ്ങ് നിൽക്കുന്ന സ്ഥലങ്ങൾ മുഴുവനും മലയോര പ്രദേശങ്ങളാണ്. അവിടെ ഒരിക്കലും കടൽ വരത്തില്ല. കടൽ വരണമെങ്കിൽ അങ്ങ് ആലപ്പുഴയ്ക്കോ കൊല്ലത്തോ എറണാകുളത്തിനൊക്കെ നിങ്ങൾ പോകണം, താഴ്ന്ന പ്രദേശത്തിലേക്ക് പോകണം. കണ്ടോ, ലോജിക്ക് പ്രകാരം അതാ കറക്റ്റ്. ബുദ്ധിയുള്ളവൻ അതാ പറയത്തുള്ളൂ. പക്ഷേ ബുദ്ധിക്ക് കുറച്ച് കുറവുള്ളവർ, ഭോഷന്മാരെന്ത് ചെയ്യും? ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ പറയല്ലോ. ഇത് വിഡ്ഢിത്തരമായിട്ട് തോന്നും. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും കളിയാക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വാസം പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാ. നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ പഠിച്ചു. നിങ്ങൾ വിശ്വാസം പറയുമ്പോൾ ആൾക്കാർ പറയും, ചുമ്മാ ഇങ്ങനെ ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വല്ലതും നടക്കുമോ? എപ്പോഴും ഈ ബൈബിളും പിടിച്ചു നടന്ന വല്ലോ കാര്യം നടക്കുമോ എന്നൊക്കെ നിങ്ങളെ കളിയാക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ലാംഗ്വേജ് പിടികിട്ടിയവരാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷം അകത്ത് കത്തിയവരാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയത്തുള്ളൂ. വേറെ എല്ലാവരും എന്നെ കളിയാക്കുക ബ്രദറെ, ഞാൻ ഈ വിശ്വാസം പറയും. എൻ്റെ പ്രിയരെ, നിങ്ങൾ ഡിഫറൻറ്റ് കൾച്ചറിലുള്ളവരാണ്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഞാനൊരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴേക്കും ഒരു കുടുംബത്തിലൊരു സഹോദരൻ പറഞ്ഞതുപോലെ ഇപ്പോഴും എന്നോട് പറഞ്ഞു, ഇപ്പോഴും ആ കുടുംബത്തിൻ്റെ അകത്ത് തലമുറേനെ അവരെന്ത് ചെയ്യുക, പെട്രോൾ അടിക്കാൻ വേണ്ടിയുള്ള പൈസയും എല്ലാ കാര്യങ്ങളും കൊടുത്ത്, എല്ലാ ചിലവും കൊടുത്തു. ഒരു 28 വയസ്സുള്ള ചെറുപ്പക്കാരനെ അവരിപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ മാതാവ് എപ്പോഴും കൊണ്ട് പറയും, എൻ്റെ ബ്രദറെ, എൻ്റെ മകനൊരു അനുഗ്രഹിക്കപ്പെട്ട ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഏതാണ്ടൊക്കെ ചെറിയ ജോലിയുണ്ട് ആ ചെറുപ്പക്കാരന്. ചെറിയ ജോലി എന്ന് പറഞ്ഞാൽ വലിയൊന്നുമല്ല, പക്ഷേ അയാൾക്കൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ 28 വയസ്സായിട്ട് മാതാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ കണ്ടൊരു കൾച്ചർ ഞാൻ ഷെയർ ചെയ്തു. അവിടെ ചെറിയ പയ്യന്മാർ പോലും അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള പോക്കറ്റ് മണി, അതായത് 2 ബെൻസ് കാറുള്ള വീട്ടിലെ പയ്യന്മാർ പോലും എന്ത് ചെയ്യുക, അവിടെ വണ്ടി കഴിയുമ്പോൾ, അയ്യോ ബ്രദറെ, ഒരിക്കലും എൻ്റെ പിള്ളേരെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോൾ കൾച്ചർ വ്യത്യാസമാണ്. പക്ഷേ ഇത് നേരെ തിരിച്ച് നിങ്ങളിപ്പം ഈ രാജ്യത്ത് വന്നിട്ട് പറയുവാണ്, എൻ്റെ 28 വയസ്സുള്ള കൊച്ചിനെ ഞാൻ ഇപ്പോഴും ഞാനാണ് അതിന് ചിലവെടുക്കുന്നത്, അവൻ വീട്ടിൽ തന്നെയുണ്ട്, അവൻ എങ്ങും പോണില്ല, ഞാനാണ് അവനെ ഫീഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവരുടെ കണ്ണിൽ അത് നാണക്കേടാണ്. ആ ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യും, പരിഹസിക്കും. അപ്പോൾ നിങ്ങൾ പറയും, ഇതെന്തുവാ പരിപാടി? ഇതാണ് കൾച്ചർ വ്യത്യാസം. എനിക്ക് അതിശയം ആദ്യം തോന്നി, ഇതെന്തൊരു മാതാവും പിതാവും അല്ലേ? പക്ഷേ അവരുടെ കാഴ്ചപ്പാട് കറക്റ്റാണ്. കുറേ കഴിയുമ്പോഴേക്ക് അവർ തന്നെത്താൻ ഏത് കാര്യങ്ങളെയും, അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് വരുന്ന പല വിദേശികളായിട്ടുള്ള മനുഷ്യന്മാരും പലതിനെയും ചെറുത്ത് നിന്ന് ഏത് കാലാവസ്ഥയിലും ഏത് ക്ലൈമറ്റിലും ഏത് സാഹചര്യത്തിലും അവർ മറികടന്ന് പോകാൻ കാരണം അവരെന്തും ചെയ്ത് ജീവിച്ചവരാ. അതുകൊണ്ട് അവർക്ക് അതിനെപ്പറ്റി ഒന്നും ബോധേടല്ല. അവരെല്ലാം ചെയ്യാൻ പ്രാപ്തി പ്രാപിച്ചവരാണവർ ഒരു പരിധിവരെ. ആമേൻ.
ഞാൻ പറഞ്ഞത് ജോലി കിട്ടാത്തവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുതോ ബ്രദറെ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ കുറ്റം പറയണം. അല്ല, ഞാൻ പറയുന്നത് പല മാതാവ്, എനിക്കറിയാവുന്നൊരു മാതാവിനെ പറ്റിയാണ് പറഞ്ഞത്. ആ മകന് ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾ നോക്കുന്നവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ആ ചെറുപ്പക്കാരൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല, ജോലിക്ക് പോകാൻ പോലും താല്പര്യമില്ല. കാരണം അവൻ്റെ മുമ്പിൽ നല്ല രീതിയിലൊരു ഫീഡിങ് നടന്നുകൊണ്ടിരിക്കുക. അവന് താല്പര്യമില്ല, അവന് വിദ്യാഭ്യാസം നോക്കുന്നില്ല. പല ഓപ്പർച്യൂണിറ്റി വരുമ്പോഴേക്കും പുള്ളി തന്നെ തട്ടിക്കളയുക. എന്തിനാ പോകുന്നത്, എനിക്ക് സുഖമല്ല ഇവിടെ. നോക്കിക്കേ, കൾച്ചർ വ്യത്യാസമുണ്ട്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ കൾച്ചറുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തികളെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ പറയുന്നവരാകണം. ദൈവരാജ്യം പ്രവർത്തിക്കുന്നത് പറയുന്നതിലൂടെയാണ്. വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആമേൻ. വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇത് ദൈവരാജ്യത്തിലിരിക്കുന്ന വ്യക്തി പറയണം. യേശു പറഞ്ഞു 38 വർഷമായിട്ട് തളർവാദ രോഗി കിടക്കുക. ആ വ്യക്തിയോട് യേശു പറയും, ഒരു കാര്യം ചെയ്യും, ഞാൻ നല്ലൊരു ഡോക്ടറെ പരിചയപ്പെടുത്താം, നല്ല ഒന്നാം തരം ഡോക്ടറാണ്. ആ ഡോക്ടറെ മരുന്ന് കഴിച്ചാൽ നീ ചാടി എണീക്കും, അവിടെ ഒരു സർജറി ഉണ്ട്, അതുകൊണ്ട് കഴിഞ്ഞാൽ ആൾ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു. പക്ഷേ യേശു എന്ത് ചെയ്തില്ല, കിടക്കിയെടുത്ത് നടക്കാമെന്ന് പറഞ്ഞു. ആൾക്കാർക്കൊരു അതിശയം, 38 വർഷമായിട്ട് നടക്കാൻ മേലാത്ത മനുഷ്യനോട് യേശു പറഞ്ഞു നടന്നു, ഇതെന്ത് പരിപാടിയാണ്, എന്തുവായി പറഞ്ഞിരിക്കുന്ന യേശുവേ, അങ്ങക്ക് മാത്രം എന്തുകൊണ്ടത് പറയാൻ പറ്റുന്നത്? യേശു പറഞ്ഞു, ഞാൻ വന്നത് ദൈവരാജ്യത്തിൽ നിന്നാണ്. ദൈവരാജ്യത്തിൽ ഇങ്ങനെയാണ് പ്രിയരെ. അപ്പോൾ ദൈവരാജ്യത്തിൽ കയറിയ നിങ്ങൾ, രക്ഷിക്കപ്പെട്ട നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങളുടെ രീതി ഇങ്ങനെയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. നന്ദി പരിശുദ്ധാത്മാവേ. എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് വിളിച്ചു വരുത്തിക്ക്, നന്മകളെയൊക്കെ ഒന്ന് വിളിച്ചു വരുത്തിക്ക്. യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിൻ്റെ അകത്ത് ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയില്ല ബ്രദറെ, ഒരു നന്മയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ അകത്തിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷമുണ്ടല്ലോ, പ്രവൃത്തിയുടെ സുവിശേഷമല്ല, യേശു ക്രൂശിൽ വില കൊടുത്തു, ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ സ്വാതന്ത്ര്യത്തിലിരിക്കുന്നു എന്ന സുവിശേഷം ഒന്ന് റിലീസ് ചെയ്ത് ഇന്ന് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വെച്ച് എന്നിട്ടൊന്ന് കൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ ബ്ലഡിലെ ഷുഗറും പ്രഷറും ആ ഏത് രോഗമാണോ, ക്യാൻസർ ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, ജീവിതത്തിൽ എനിക്ക് മാറ്റമില്ലെന്ന് ഡോക്ടറല്ലേ പറഞ്ഞത്. ഞാൻ ഡോക്ടറെ തെറ്റിദ്ധരിക്കുകയല്ല, ഡോക്ടർ നമുക്ക് അനുഗ്രഹമാണ്. അവർ പഠിച്ച അറിവിൻ്റെ അകത്ത് നമ്മോട് പറഞ്ഞു തന്നു അല്ലേ, ഇത് ജീവിതകാലത്തിൽ മാറത്തില്ല. അവർ പഠിച്ചതാണ്. പക്ഷേ പറയണവേ, എൻ്റെ കൾച്ചർ ഇതല്ല, എനിക്കൊരു കൾച്ചറുണ്ട്. ദൈവരാജ്യത്തിൻ്റെ അകത്തെ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നു, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവ് എനിക്ക് ആരോഗ്യം വരുത്തിയിരിക്കുന്നു. ഒന്ന് വിളിച്ചു പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞേ, എൻ്റെ രോഗം യേശു ക്രൂശിൽ അനുഭവിച്ചതാണ്, എൻ്റെ വേദന യേശു അനുഭവിച്ചതാണ്. ഇനി കടഭാരത്തിലൂടെ കടന്നു പോകുന്നവരെ എൻ്റെ കൂടെ പറഞ്ഞേ, എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ശാപത്തെ യേശു ക്രൂശിൽ വഹിച്ച. ഒന്ന് കണ്ണടച്ചിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ഒന്ന് വിശ്വാസത്താൽ ഒന്ന് കണ്ടേ. സറാഫാത്തിലെ വിധവ എല്ലാം അവസാനിപ്പിച്ച് മകനിച്ചിരി വിഷവും കൊടുത്ത് മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഭവനത്തിലേക്ക് ഒരു ചില്ലിപ്പൈസ പോലും എടുക്കാതെ, ഒരു പോക്കറ്റ് മണി പോലും ഇല്ലാതെ പ്രവാചകൻ കയറിച്ചെന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. അകത്തോട്ട് ചെന്നിട്ട് പറഞ്ഞു, നീ എനിക്കൊരു അടയുണ്ടാക്കിത്താ. അവർ പറഞ്ഞു, ഞങ്ങളുള്ള വിഷം കലക്കി അപ്പം കഴിച്ച് മരിക്കാൻ വേണ്ടി തീരുമാനിക്കും. ഒരു കാര്യം ചെയ്യ്, ആ അടയും വെള്ളവും കൊണ്ടുപോവാ. അതിനുശേഷം അവരോർത്ത് ഇപ്പം പ്രവാചകൻ ഒരു ചെക്ക് എഴുതി തരും, ഇപ്പോൾ പ്രവാചകൻ ഏതെങ്കിലും ഒരു ഫിനാൻസുകാരെ ബന്ധപ്പെടുത്തി തരും, ഇപ്പോൾ ഏതെങ്കിലും ബാങ്കിൽ ലോൺ എടുത്തു തരും എന്നൊക്കെ വിചാരം. ഒന്നും ചെയ്തില്ല. അദ്ദേഹം അവിടെ ഇരുന്ന നന്മ അങ്ങോട്ട് വർദ്ധിപ്പിച്ചു. ഇതാണ് ദൈവരാജ്യം. ആകാശത്തിൻ്റെ കിളി വാതിൽ തുറന്ന് നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മൾ ഇന്നലെ കേട്ടില്ലേ, മിറക്കിൾ മണികൾ തുറക്കും. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ കൾച്ചർ, ഇതാണ് ദൈവരാജ്യം. ഇവിടെ വചനം പറയുന്നു, അവൻ ദാരിദ്ര്യം അനുഭവിച്ചത് ക്രിസ്തുവിൽ ബഹുസമ്പന്നനാകാൻ വേണ്ടിയാ. ഇന്ന് തലമുറകളെ ഓർത്ത് വ്യാകുലപ്പെടുന്നവരെ, തലമുറയെപ്പറ്റി നിങ്ങൾ കണ്ണുനീര് വാർക്കുവാണോ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് അനേകർ നിങ്ങളെ ചോദ്യം ചെയ്യുവാണോ? വിളിച്ചു പറ, എൻ്റെ തലമുറ ദൈവരാജ്യത്തിൻ്റെ തലമുറയാണ്, ദൈവത്തിൻ്റെ തലമുറയാണ്. അവർ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടും. അവരെ കാണുന്നവർ അതിശയിക്കും. എൻ്റെ തലമുറ ലോകത്തിൽ ക്രിസ്തുവിൽ അനുഗ്രഹമായിത്തീരും. കർത്താവിൽ അവർ അനുഗ്രഹമായിത്തീരും. ദൈവത്തിൽ അവർ, കർത്താവിൻ്റെ സുവിശേഷത്തിലും ദൈവരാജ്യത്തിലും ലോകരാജ്യത്തിലും അവർ ഫലപുഷ്ടിയോടെ
ഭാരമുള്ളവരായിത്തീരും. യേശുവിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടുന്നവരെ, മദ്യപാനിയായ ഭർത്താവുള്ളവരെ, ഇന്ന് കുടുംബജീവിതത്തിൽ സംശയവും രോഗവും മറ്റ് എല്ലാവിധമാകുന്ന ഇടച്ചോറുള്ളവരെ ഇന്ന് നിങ്ങൾ പറ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞു, ചില തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, കലക്കത്തിൻ്റെ ദുരാത്മാക്കളെ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഏപ്രിൽ മാസം 13-ാം തീയതി ജനിച്ചൊരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ ഇപ്പോൾ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുന്നു. ഏപ്രിൽ മാസം 13-ാം തീയതി ജനിച്ച വ്യക്തി, ആ കുടുംബത്തിൽ തന്നെ ഏപ്രിൽ മാസത്തിൽ അടയാളം ശ്രദ്ധിച്ചോണേ, ഏപ്രിൽ മാസത്തിൽ 13-ൽ ജനിച്ച ഭവനത്തിൽ തന്നെ മെയ് മാസത്തിൽ ജനിച്ചൊരു വ്യക്തി കൂടെ ഉള്ള ഭവനമാണ്. ഇത് രണ്ടുപേരും ഉള്ള ഭവനമാണ്. ഏപ്രിൽ 13-ഉം അതോടൊപ്പം തന്നെ മെയ് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയും ആ ഭവനത്തിലുണ്ട്. ഈ രണ്ട് വ്യക്തികളുള്ള ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുവാണ്. ഈ രണ്ട് വ്യക്തികളുമുള്ള ഭവനം ഏതാണോ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ബ്രദറിന്റെ ഭവനത്തിലാണോ? അതെ, എന്റെ മകൻ ഏപ്രിൽ 13-നാണ്. എന്റെ മകളുടെ കൊച്ച് മെയ് മാസത്തിലാണ്. മെയ് മാസത്തിൽ രണ്ടുപേരും ഒരു ഭവനത്തിലുള്ളതാ. അതെ. ഇന്ന് ആ ഭവനത്തിന് വേണ്ടി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവെ, എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എൻ്റെ ഒരു വാക്ക് പറയുക, ഇന്ന് ചില ചുമരുകൾ ഇടിയുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് അവരുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ചുമരുകൾ ഇപ്പോൾ ഇടിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ സൗര ഏറ്റെടുത്ത കേട്ടോ, കർത്താവിൻ്റെ നാമത്തിൽ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സമാധാനം ഒരു ചുവരിടിയുന്നത് പോലെ ഇന്ന് കർത്താവ് ചിലതിനെ ഇടിച്ചു നീക്കാൻ വേണ്ടി പോവുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. ലൈവിൽ കാണുന്നവർ നിങ്ങൾ ജോയിൻ ചെയ്തോണേ. ഈ സമയത്ത് കൽപ്പിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം നിങ്ങളുടെ അവകാശ പ്രിയരെ. ആരും പറയരുത് ദൈവം എനിക്ക് രോഗം തന്നെന്ന്. ഒരിക്കലും 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 ദൈവം നിങ്ങൾക്ക് രോഗം തരത്തില്ല. ദൈവം നിങ്ങളെ രോഗിയാക്കത്തില്ല. രോഗം ദൈവത്തിൽ നിന്നല്ല. രോഗശക്തികളെ ജയിക്കുവാനുള്ള ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. രോഗശക്തികളെ കീഴ്പ്പെടുത്തുവാനുള്ള ശക്തിയാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി. എന്ന് പറഞ്ഞ് യേശുവിൻ്റെ രോഗത്തെ വഹിച്ചു. കർത്താവിൻ്റെ വേദനകളെ ചുമന്നു. കർത്താവിൻ്റെ മുറിവ്, ഓ യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, കൃപ 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 വ്യാപരിക്കുന്നല്ലോ അപ്പാ. യേശുവേ നന്ദി കർത്താവേ. 1989 ഞാനിങ്ങനെ കാണുന്നൊരു കാഴ്ച, ഈ 1989 മെയ് മാസം 6-ാം തീയതി ജനിച്ച വ്യക്തിയുള്ള ഭവനം ഏതാ? 1989 മെയ് മാസം 6-ാം തീയതി ഉള്ള വ്യക്തി ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ഏത് വ്യക്തിയാണ് ഭവനത്തിൻ്റെ അകത്തുള്ളത്, ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, സകല നുഖങ്ങളും കർത്താവ് ഇന്ന് ഒടിച്ചു മാറ്റുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഏറ്റെടുത്തോണേ. പരിശുദ്ധാത്മ പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. പറഞ്ഞോ ബ്രദറെ. മെയ് 13 എൻ്റെ മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഏപ്രിൽ 16 ഹസ്ബൻഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തുമാണ്. ഏറ്റെടുത്തു. ഒരേ ആലോചന ഒരേപോലെ വരുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് വെളിപ്പെടും. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി ഞാൻ നന്ദി പറയുന്നപ്പ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിസ്റ്ററെ, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ചാക്കോ എന്ന് പറയുന്ന ആരെങ്കിലുമായിട്ട് നമുക്ക് കണക്ഷനുണ്ടോ? ചാക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇങ്ങനെ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണ് നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ഒരു ആലോചനയാണ്. ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ചാക്കോ ഫാദർ, അപ്പൊ അതായത് ഏപ്രിൽ മാസവും മെയ് മാസവും ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞ ആള് ചാക്കോയുടെ ഭവനമാണ്. ചാക്കോയുടെ ഫാദറാ, മരിച്ചുപോയി. ഓക്കെ, മരിച്ചുപോയി. അത് ഞാനിപ്പം ആ സഹോദരി പറഞ്ഞപ്പോഴേക്കും 2 ആലോചന വന്നപ്പോൾ ഞാൻ ഓർത്ത് കർത്താവ് ഒരേപോലെയാണെന്ന് പറഞ്ഞപ്പോൾ അല്ല, കർത്താവിനുള്ളത് ചാക്കോയെയും കൂടെ ബന്ധപ്പെടുത്തിയ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ച്. അതുമായിട്ട് ഇപ്പോൾ ബന്ധമുള്ളത് ആദ്യം പറഞ്ഞ സഹോദരൻ അല്ലേ? അതെ ബ്രദറെ. പറഞ്ഞ തലമുറയില്ല, 7 വർഷമായിട്ട് വിവാഹം കഴിച്ചത്. ഓ ഇന്ന് കർത്താവ് ഇന്ന് ദൈവപ്രവർത്തിയോടെ ആ ചിലയിടത്ത് ആ ചുമരിടിഞ്ഞു പോവാന്നാണ് പറഞ്ഞത്. ആ തടസ്സമായി നിൽക്കുന്ന ചുവരിടിയുക.
ഇന്ന് ആ സഹോദരി പറഞ്ഞപ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷനെ കർത്താവ് അങ്ങ് തീർത്തതാണ്. ചാക്കോയങ്ങൾ കർത്താവിനെ ആഡ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട്. ദൈവം എല്ലാം അറിയുന്നു സഹോദര. ഈ കാര്യം വല്ലോ ഞങ്ങൾ അറിയാൻ വല്ലോ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല ബ്രദറെ. ഇല്ല. അങ്ങനെയെങ്കിൽ തലമുറ ഉരുവാകും. ഉദരത്തിൻ്റെ മേൽ കൈവച്ചോട്ട് പറഞ്ഞോണേ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ലോകത്തിന് അസാധ്യമായിരിക്കാം, പറയണം ദൈവരാജ്യത്തിലെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പറയുക 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 പറയുക, ഇല്ലാത്തത് ഉണ്ടായി വരും. പ്രവചിക്കുക. നിങ്ങൾ ദൈവരാജ്യത്തിലുള്ളവരുടെ കഴിവാണത്. പറയുന്നത് സംഭവിക്കും. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് ഹോസ്റ്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. കർത്താവിൻ്റെ നാമത്തിൽ അനാവശ്യമായിട്ട് സൗണ്ട് വരുന്നവരെയൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്തോണേ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ജെറിന്ന് പറയുന്ന ഒരു തലമുറയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ജെറിന്നോ പറയുന്നത് ഒരു തലമുറയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ടി വിയുടെ അടുത്ത് തന്നെ ഈ എന്തോ ഒരു വിസിറ്റിംഗ് കാർഡ് ഇരിക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ടി വിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്ന ഒരു വിസിറ്റിംഗ് കാർഡ്, അതിങ്ങനെ ടി വിയുടെ അടുത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. ആ വിസിറ്റിംഗ് കാർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുമായിട്ടൊരു ബ്ലെസ്സിങ്ങിൻ്റെ കണക്ഷനെ ദൈവം ചെയ്യാൻ വേണ്ടി പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വ്യക്തിയുള്ള ആ ഭവനം ഏതാണോ സൂമിലോ ലൈവിലോ കാണുന്ന വ്യക്തി, ആ ഭവനം മാത്രമല്ല, ഈ ടി വിയുടെ സൈഡിൽ ഒരു വിസിറ്റിംഗ് കാർഡ് ഇരിപ്പുണ്ട്. അത് നോക്കുക. ആ വിസിറ്റിംഗ് കാർഡ് റിലേറ്റ് ചെയ്തിട്ടൊരു വാർത്ത നിങ്ങളുടെ മുമ്പിൽ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ് പറയുന്നത്. മ്യൂട്ട് മാറ്റാൻ സാഹചര്യമുള്ളവരാണെങ്കിൽ അത് മ്യൂട്ട് മാറ്റി നിങ്ങൾക്ക് ആമേൻ പറയാം. ഇല്ലാത്തവരാണ്, വീടിൻ്റെ അകത്ത് സ്വാതന്ത്ര്യമില്ലാത്തവരാണെങ്കിൽ അത് യേശുവിൻ്റെ നാമത്തിൽ ആ തലമുറ അതിനെ ബന്ധപ്പെടുത്തിയും കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തിയും ദൈവത്തിൻ്റെ ഒരു വാതിൽ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവെ ഞങ്ങളുടെ സാക്ഷ്യമാണ്. പറഞ്ഞു. പ്രൈസലോട് മാസ്റ്റർ. ജെറിമോൾ എന്ന് പറഞ്ഞ എൻ്റെ ചേച്ചിയുടെ മോളാ, അവള് ഇറ്റലിയിലാ. അവരുടെ വീടിൻ്റെ അവിടെ ആ ടി വിയുടെ അവിടെ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടോ എന്ന് നോക്കാൻ പറയണം. ആ വിസിറ്റിംഗ് കാർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ വീട്ടിൻ്റെ അകത്ത് ഇതുള്ള വ്യക്തിയാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിൽ അവിടെ ഒരു വിസിറ്റിംഗ് കാർഡ് അവിടെ ഉണ്ടാവും. അത് അന്വേഷിക്കാൻ പറയണം. ആ വിസിറ്റിംഗ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത ഇങ്ങോട്ട് തന്നെ ഒരു നന്മ കേൾക്കുമെന്ന് പറയുന്നു കേട്ടോ. അവിടെ ചെക്ക് ചെയ്യാൻ പറയണേ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നന്ദി പിതാവേ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു, അത്ഭുതകരമായ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. കൃപ പെരുകുന്നല്ലോ. ഞാൻ ഈ കുറേ നേരമായിട്ട് ഈ വിൽഫ്രഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പേര് കാണുക. അത് വ്യക്തിയുടെ പേരാണോ അതോ എന്തൊരു സ്ഥാപനമാണെന്ന് കരുതത്തില്ല. വിൽഫ്രഡ് എന്ന് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അതുമായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് വിൽഫ്രഡ് എന്നുള്ളത് കസിൻ്റെ പേര്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തോ ഒരു സർട്ടിഫിക്കറ്റ് പോലത്തെ ഒരു സംഭവം ഈ കയറി വരുന്ന ഹോളിലോ എന്തോ ഇങ്ങനെ കാണാൻ പറ്റും. ഈ പേര് മെൻഷൻ ചെയ്തിരിക്കുന്നത് പോലെ, എഴുതി വെച്ചിരിക്കുന്നത് പോലെ എന്തോ ഒരു സംഭവം ആ ഭവനത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒന്ന് അന്വേഷിക്കണേ. കർത്താവ് ഇന്ന് ആ വ്യക്തിയെ സ്പർശിക്കുവാൻ ദൈവം പോവാണ്. ആ കുടുംബത്തിൻ്റെ അകത്തെ പരിഹാസങ്ങളെ ദൈവം നീക്കി സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. നന്ദി പിതാവേ. ഓ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ആ കടഭാരത്തിൻ്റെ അകത്തിരിക്കുന്നവർക്ക് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോൾ മിറക്കിൾ മണി തുറന്നു വരട്ടെ. പറഞ്ഞ മിറക്കിൾ മണി യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരും. എങ്ങനെ മിറക്കിൾ മണി വരുന്നത്? വിളിച്ചു വരുത്തണം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ വാരി വിതറി കൊടുക്കും. വായ്പ മേടിക്കത്തില്ല. ഐശ്വര്യവും സമ്പത്തും എവിടുന്ന് വരും? സ്വർഗത്തിൽ നിന്ന് വരും. ഒന്ന് വിളിച്ച് യേശുവിനെ ഒന്ന് വിളി കേട്ടെ. ആ നന്മയൊന്ന് വിളി കേൾക്കട്ടെ. നിങ്ങൾ വിളിച്ചാൽ വരും. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്ന അപ്പം നിറയട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുവാൻ നിറയട്ടെ. ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ നിറയട്ടെ. ജീവിതത്തിൽ അനുഭവിക്കുവാൻ നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, കൃപ. ഞെരുക്കങ്ങൾ മാറട്ടെ. തലമുറയോർത്തുള്ള ആകുലതകൾ വിട്ടുമാറട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ആകുലതകൾ വിട്ടുമാറട്ടെ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. ഓ പരിശുദ്ധ ആത്മാവേ, ആഗസ്റ്റ് മാസം 9 രാത്രി സമയത്ത് ജനിച്ച ഒരു വ്യക്തി,
അതായത് ആഗസ്റ്റ് മാസം 9 രാത്രിയിലാണ് ജനനം. ഞാൻ ആ വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനിച്ചത് ആഗസ്റ്റ് 9 രാത്രിയിലാണ് ജനനം സംഭവിച്ചിരിക്കുന്നത്. ആ വ്യക്തിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കർത്താവ് പറയുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. കർത്താവ് ഈ ദിവസങ്ങളിൽ നിന്ദകളെ ചുവന്ന് എടുത്തു മാറ്റുന്ന രീതിയിൽ ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കുന്നു എന്ന് പറയുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ ആരാണോ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ആമേൻ പറഞ്ഞു സിസ്റ്ററെ. എൻ്റെ അനിയൻ്റെ മോള് ഓഗസ്റ്റ് 9 ജനിച്ചു. പക്ഷെ എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല ടൈം. ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോള്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോണേ, ഒന്ന് അന്വേഷിച്ചോണേ. ഇന്ന് കർത്താവ് ഇന്ന് ഞാൻ ഒരു സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു മേരി എന്നുള്ള പേരും കൂടെ കർത്താവിൻ്റെ കൂട്ടത്തിൽ കാണിക്കുക. മേരി എന്നുള്ള പേരും കൂടെ കർത്താവിനെ വെളിപ്പെടുത്തുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തൊന്ന് അന്വേഷിക്കണം. ആ കുടുംബത്തിലെ മേരി എന്നുള്ള പേര് മേരി തന്നെയാണോ മറിയാമ്മ എന്നുള്ളതും? അത് തന്നെ മേരി എന്നുള്ള മേരി തന്നെയാണല്ലോ ഇംഗ്ലീഷ്. വല്യമ്മച്ചിയുടെ പേര് അങ്ങനെയാ. വല്യമ്മച്ചി മരിച്ചുപോയി. ഭവനത്തിൽ മരിച്ചുപോയ ഭവനത്തിൽ. എന്റെ മാതാവ്. ഓ യേശുവേ. ഹസ്ബൻഡിന്റെ മമ്മിയാ മരിച്ചുപോയ. ഹസ്ബൻഡിന്റെ അനിയന്റെ മോളായി. ഇത് 9 ജനിച്ചു. പക്ഷെ അത് ടൈം എനിക്ക് അറിയത്തില്ല എപ്പോഴാണ്. ഒന്ന് അന്വേഷിക്കുക. ഇന്ന് കർത്താവ് ആ ഭവനത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. ഞാൻ ഇന്ന് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളത്തിലൊരു മറ്റൊരു ഭവനം കൂടെ ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണിക്കുവാണ്. ഇപ്പോൾ പറഞ്ഞ ആലോചനയുമായിട്ട് ഈ ഒരു വീടിൻ്റെ ഈ പഴകിയ ഒരു ഷീറ്റ്, വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ മറ്റേ ആസ്പെറ്റോസ് പോലത്തെ ഒരു ഷീറ്റ് ഞാൻ ആ ഭവനത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പറഞ്ഞ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടൊരു ആസ്പെറ്റോസിൻ്റെ ഷീറ്റ് ഞാൻ ആ ഭവനത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ആ ഭവനത്തിൻ്റെ മേലൊരു വെളിച്ചം പോലെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഇടപെടിയിൽ അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ സിസ്റ്ററെ, അതൊന്ന് അന്വേഷിക്കുക. കർത്താവിൻ്റെ വലിയ സാക്ഷ്യം കേട്ടോ. കേൾക്കുന്നുണ്ടോ? ചോദിക്കാം. ഇങ്ങനെ ഷീറ്റ് ഇട്ട് ഒരു സൈഡ് ഇങ്ങനെ ഷീറ്റ്, ഞങ്ങൾ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഷീറ്റ് കിടക്കുക. അതിങ്ങനെ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിച്ചു കേട്ടോ. അന്വേഷിക്കണേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നു. നന്ദി യേശുവേ, നന്ദി പിതാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ അങ്ങേ സ്തുതിക്കുന്നപ്പ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ 037291 ഈ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുക. 0372 ആ വാക്യം അതൊന്ന് പെട്ടെന്ന് കേട്ടവരൊന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ടോണേ. അതുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട് 037291 അല്ലേ, ആ നമ്പർ. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് കണ്ട് വായിച്ച ഒന്നുകൂടെ പെട്ടെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ആലോചന സ്വീകരിച്ചോണം. അതുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട് ആരുടെയാണോ അത് വേഗത്തിൽ കൈവച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ദൈവത്തിൻ്റെ നന്മ ഒഴുകാൻ വേണ്ടി പോവുക. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനതാ പറഞ്ഞ പ്രാർത്ഥന ഇരിക്കുമ്പോൾ പാസ്ബുക്കൊക്കെ ആയിട്ട് ഇരുന്നോണം. യേശുവിൻ്റെ നാമത്തിൽ എന്തുവാ അതുമായിട്ട് റിലേറ്റ് ചെയ്തത്? ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ മിറക്കിൾ അവിടെ തുറക്കാൻ വേണ്ടി പോവുക. ഞാൻ പറഞ്ഞില്ലേ, വിമർശിക്കുന്നവരെ നിങ്ങൾ കേട്ടെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സംശയം വരും. കാരണം സംശയം വരണം. ഇത് ദൈവരാജ്യത്തിൻ്റെ കൾച്ചറാണ്. യേശുക്രിസ്തു പ്രവർത്തിച്ചതും ദൈവം പ്രവർത്തിച്ചതും മനുഷ്യൻ്റെ കൾച്ചറിൽ നിന്നുകൊണ്ടല്ല. മനുഷ്യന് ബുദ്ധിക്ക് പിടിക്കാൻ പറ്റാത്ത വലിയൊരു സാഹചര്യത്തിൻ്റെ അകത്താണ് ദൈവരാജ്യം നിൽക്കുന്നത്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവെ. പരിശുദ്ധാത്മ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ സകല വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ കർത്താവെ, അങ്ങയുടെ വലിയ കൃപയ്ക്ക് നന്ദി, വലിയ കൃപയ്ക്ക് നന്ദി, വലിയ കൃപയ്ക്ക് നന്ദി. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 979731 എന്നുള്ള പാസ്വേഡ് ഉപയോഗിക്കുന്ന ആളാരാ? 9731 നമ്പർ. ആ ഒരു വ്യക്തിയെ സ്പെസിഫിക് ആയിട്ട് 9731 എന്നുള്ള നമ്പർ ഉപയോഗിക്കുന്ന ആളാരാണോ ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ ഒരു നമ്പർ ഉപയോഗിക്കുന്ന വ്യക്തിയോട് കർത്താവ് ഇങ്ങനൊരു വാക്ക് പറയുകയാണ്. 6 മാസമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തൂടെ നിങ്ങൾ കടന്നു പോകുന്ന ചോദ്യങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നോ എങ്ങനെ കരകയറുമെന്നോ അറിയാതെ കറങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ബ്രേക്ക് ചെയ്യുന്നപ്പോൾ വലിയൊരു സമാധാനം ഇന്ന് അവിടെ ഉണ്ടാകുന്നു.
യേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ മേൽ സംഭവിക്കുന്നു. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഡോറുകൾ തുറന്നു വരുന്നതിന് നന്ദി പറയുന്നപ്പാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പറയുന്നു, ദിവ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ദിവ്യ, ഈ ദിവ്യയുടെ തൊട്ട് താഴെ തന്നെ ഒരു സഹോദരിയും കൂടെയുണ്ട്. ദിവ്യയ്ക്ക് തൊട്ട് താഴെ തന്നെ ഒരു സഹോദരിയും കൂടെയുണ്ട്. ഈ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ദിവ്യയുടെ ഭവനത്തിൻ്റെ മേൽ, ദിവ്യയുടെ കുടുംബത്തിൻ്റെ മേൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, അവിടെ നടന്നിരുന്ന സകല വിധമാകുന്ന ബ്ലോക്കുകളെയും കർത്താവ് ഇന്ന് എടുത്തു മാറ്റുക. ദിവ്യയുടെ ഭവനം ഒരു സാക്ഷ്യമാകാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. കർത്താവിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾക്കായി നന്ദി പറയുന്നപ്പ. കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞു. എൻ്റെ വൈഫിന്റെ പേര് ദിവ്യ എന്നാണ്. വൈഫിന്റെ സിസ്റ്റർ പേര് പ്രിയ എന്നാണ്. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഇന്ന് കർത്താവ് തൊടുക ബ്രദർ, യേശുവിൻ്റെ നാമത്തിൽ. ഇവർ രണ്ടുപേരും, ഈ വൈഫിനെയും സിസ്റ്ററേയും കൂടെ, അതായത് രണ്ട് വ്യക്തികളെ കാണിച്ചു. ഇവർ രണ്ടുപേർ, അതായത് വൈഫും സിസ്റ്ററും, ഈ ഒരു കുടുംബ കർത്താവിനെ കാണും. അവരുടെ കുടുംബത്തിൻ്റെ അകത്തും തുടങ്ങിയ പ്രശ്നമായത്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രശ്നം, അതെ അതെ അതെ, ഈ കടന്നു പോകുന്ന പ്രശ്നം തുടങ്ങിയത് കുടുംബത്തിൽ നിന്ന്. അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും ബന്ധപ്പെടുത്തി കയറി വന്ന ബ്ലോക്കാണിത്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് റിലീസ് ചെയ്യുന്നു. കർത്താവെ, ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മ പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനിത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് ഒരു വ്യക്തി ഈ ഇവരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോകുന്ന, ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് കയറിക്കൂടിയ പിശാചിൻ്റെ തന്ത്രം ഇന്ന് പൊളിയുവാണ് ഞാൻ കാണുന്നത്. ഏകദേശം ഒരു ഒത്തിരി മെലിഞ്ഞ വ്യക്തിയല്ല, ഒരു തലയിൽ മുടി കുറവുള്ള ഒരു മനുഷ്യനെ കർത്താവ് എന്നെ കാണിക്കുവാണ്. ആ മനുഷ്യൻ്റെ ക്ലീൻ ഷേവായിട്ടുള്ളൊരു മനുഷ്യനാണ്. മുടി അദ്ദേഹത്തിൻ്റെ തലയിൽ മുൻവശത്തില്ല. ഏകദേശം 60 വയസ്സിനടുത്തും അതിന് മുകളിലൊക്കെ പ്രായം പറയും. ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് കയറിക്കൂടിയ ഒരു ദുഷ്ടപിശാച് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം വിട്ട് മാറിപ്പോകുന്നു. ഇവരുടെ മേലുള്ള സ്വാധീനത്തിൽ നിന്നും ആ വ്യക്തിയുടെ എല്ലാ പ്രവൃത്തികളും വിട്ടുമാറുന്നു എന്ന് കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു. നാളുകളായിട്ട് അവരുടെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നന്മ തുറക്കട്ടെ. ഈ വ്യക്തിക്ക് വേണ്ടിയാകട്ടോ ഈ ആലോചന, മറ്റാർക്കും വേണ്ടിയല്ല. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞ ഈ വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് ഈ ആലോചന. ഇപ്പോൾ അത് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ആ കുടുംബത്തിൽ നിന്ന് ആ സഹോദരിമാരെ കർത്താവ് ഇന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബ്രദറെ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ കേട്ടോ. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ജൂലിയ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട്, ജൂലിയ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കും. ഈ ഒരു വയലറ്റ് കളറിലെ ഈ ചുരിദാറ് പോലത്തെ ഒരു ഡ്രസ്സ്, വയലറ്റ് കളറിലെ ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിന്ന് ആ വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത, അത് വയലറ്റ് ഷെയ്ഡുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ കാണുന്നത്. അന്നത്തെ ദിവസം ആ വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴേക്കും കരയുന്നത് പോലെ രീതിയിൽ സങ്കടകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടു, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചൊരനുഭവം, അതായത് സങ്കടത്തോടെ ഷെയർ ചെയ്ത്, ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അന്ന് ഷെയർ ചെയ്തത്. ആ വ്യക്തിയെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ കയ്യിലൊരു ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. അതായത് എന്തോ ഒരു ഷോപ്പിങ്ങിൽ നിന്നും സാധനം മേടിച്ചതിൻ്റെ ഈ പ്ലാസ്റ്റിക്, അതായത് നമ്മുടെ ഈ ഗിഫ്റ്റ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ കൂടല്ല, അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, സോറി പ്ലാസ്റ്റിക് അല്ല, ഈ കാർഡ്ബോർഡിൻ്റെ ഒരു കവർ പോലത്തെ ഒരു കവറും കൈ പിടിച്ചിട്ടുള്ള സമയത്താണ് വളരെ സങ്കടത്തോടെ ഈ വ്യക്തി സംസാരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു. ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന പിശാചിൻ്റെ തന്ത്രത്തെ ബ്രേക്ക് ചെയ്യുന്നു. ജൂലിയയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. അവളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ ഹസ്ബൻഡിൻ്റെ നമ്പരാണ് ഇട്ടേക്കുന്നത്. ആരാണത്? ആ നമ്പർ ഹസ്ബൻഡിൻ്റെ നമ്പരാണ് ഇട്ടേക്കുന്നത് 9731 എന്നുള്ളത്. ആ വ്യക്തി ആരാണ്? ശോഭ സിസ്റ്റർ എന്നാണ് കാണിക്കുന്നത്. (9731) മൈ ഹസ്ബൻഡ് നമ്പർ എന്ന് കൊടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടാണോ
സിസ്റ്റർ ഇത് പറയാൻ വേണ്ടി ഇട്ടതാണോ? നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ കാണാൻ പറ്റുന്നുണ്ടോ? ആ സഹോദരി പറയാനിട്ടതാണോ അതോ ആ കാര്യം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്? അങ്ങനെയാണെങ്കിൽ ആ നമ്പരുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ എനിക്കറിയത്തില്ല. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ സിസ്റ്റർ മ്യൂട്ട് മാറ്റുക. നിങ്ങൾക്ക് ആ കമൻറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ശോഭ മനോജ് കുമാർ എന്നിട്ടേക്കുന്നത് ആ സഹോദരി ഇട്ടിട്ട് പോയോ? മെസ്സേജ് ഇട്ടിട്ട് പോയോ ആൾ? അത് വീടിൻ്റെ അകത്ത് പ്രാർത്ഥന ഇത് സംസാരിക്കാൻ സ്വാതന്ത്ര്യം ഉള്ളവരാണെങ്കിൽ സംസാരിക്കാം. എനിക്കൊന്ന് ചാടിപ്പോകാൻ തോന്നുന്നു നമ്പർ ഇട്ടിട്ട് കണ്ടില്ല. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉള്ളത് എനിക്കറിയത്തില്ല. ഇപ്പോൾ കണ്ടോണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സിസ്റ്റർ ഏറ്റെടുത്തോണേ. നിങ്ങൾക്ക് ഈ സൂമിൽ ലൈവ് കാണുന്നവർക്ക് കമൻറ്റ് സെക്ഷനിൽ കാണാൻ പറ്റും. മൈ ഹസ്ബൻഡ് നമ്പർ 9731 എന്നിട്ടിട്ടുണ്ട്. ശോഭ മനോജ് കുമാർ എന്നാണ് ഇട്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ സാക്ഷ്യമായി തീരും കേട്ടോ. ദൈവം എല്ലാം അറിയുന്നു. കർത്താവെ അങ്ങയുടെ കൃപ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സാക്ഷ്യമായി തീരട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവം എല്ലാം അറിയുന്നുണ്ട്. ദൈവം എല്ലാം അറിയുന്നു. യേശുവേ, പരിശുദ്ധാത്മാവേ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ കൈവച്ചവരുണ്ടോ? തുടക്കം മുതലേ പ്രാർത്ഥനയെ കൈവച്ചോണം കേട്ടോ. യേശു എൻ്റെ രോഗത്തെ വഹിച്ചു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് നമ്മൾ പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾ കയറി വരുന്നുവെങ്കിൽ ദൈവാത്മാവ് നിങ്ങളുടെ വിഷയത്തെ തൊടും. ദൈവം നിങ്ങളുടെ അത്ഭുതങ്ങളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കുന്ന ദൈവമാണ്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞാൻ ഓരോ വ്യക്തികളും നിങ്ങൾ ഈ ദിവസങ്ങളിൽ എൻ്റെ കൂടെ ഇന്ന് നിങ്ങൾ എവിടെ ഇരുന്നാണെങ്കിലും പറയണം കേട്ടോ. ഇന്ന് മുതൽ പറയണം, എനിക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം ഒന്ന് വിളിച്ചു പറയണം. ഞാൻ അത്ഭുതം കാണും, അത്ഭുതം കാണും. ഇതിങ്ങനെ പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇതാണ് കൾച്ചർ. ഇത് കൾച്ചറാണ് പ്രിയരെ. നിങ്ങൾ പറഞ്ഞാൽ ഇത് സംഭവിക്കും. ഗോഡ് ബ്ലസ് യു പ്രിയരെ. ഈ സമയത്ത് രോഗികളൊന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ ആ ഏറ്റവും ഒക്കെ നിർത്തി വെച്ച് തലമുറയ്ക്ക് വേണ്ടി ഭാരപ്പെടുന്നവരൊക്കെ തലമുറയിനെ ഒന്നൊരു നിമിഷം മനസ്സിൽ കണ്ടേ. പറയൊന്നും വേണ്ട, അവരെ ഒന്ന് മനസ്സിൽ കണ്ടേ. യേശുവിൻ്റെ നാമം കണ്ണുകൊണ്ടെന്ന് കണ്ടേ. ഇപ്പോൾ അവർ കടന്നു പോകുന്ന ശൂന്യതകളിൽ നിന്നും അവർ യേശുവിൻ്റെ നാമത്തിൽ ഓടി നടന്ന് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്നവരായി, ഓടി നടന്ന് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്നവരായി മാറാൻ വേണ്ടി പോവുക. എൻ്റെ ഉള്ളത്തെ കർത്താവ് ദൈവാത്മാവ് തന്നതുപോലെ യൂത്തിൻ്റെ ഒരു മീറ്റിംഗ് നമ്മൾ ക്രമീകരിക്കും. യൂത്തിനെ ക്രമീകരിച്ചു. അതുപോലെ യൂത്തിന് വേണ്ടി ദൈവം നിങ്ങളുടെ ദൈവരാജ്യത്തിൽ നിങ്ങളുടെ തലമുറയെ കിട്ടിയാൽ നിങ്ങളൊന്നും പേടിക്കണ്ട. പിന്നെ അവരെ ദൈവം എടുത്തുകൊണ്ട് പോയിക്കോളും. യേശുവിൻ്റെ നാമം. അതുകൊണ്ട് ഈ പ്രാവശ്യം പ്രാർത്ഥനയിൽ വരുമ്പോൾ തലമുറകളെ നിങ്ങൾ ഉന്തി തള്ളി കൊണ്ടുവരണം. തലമുറയുടെ മേൽ ഒരു കൈവച്ച് പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ നിയോഗം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തലമുറകളെ ദൈവം പകർച്ചയിലേക്ക് കൊണ്ടുപോകും. പിന്നെ നിങ്ങൾ ഒന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. കർത്താവ് അവർക്ക് കൈ കിട്ടിയാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലോകത്തിലും പാപത്തിലും ജീവിച്ച മനുഷ്യനായിരുന്നു. ഒരു സാധ്യതയും ഇല്ലായിരുന്നു. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ മറ്റൊന്നും നമ്മൾ നോക്കണ്ട. എല്ലാ കാര്യങ്ങളും പിന്നെ കർത്താവ് നോക്കിക്കോളും. യേശുവുമായിട്ട് ബന്ധം വന്നാൽ പിന്നെ എന്നെ പേടിക്കാനാ? യേശുവുമായിട്ട് ബന്ധം വന്നപ്പോൾ ഒന്നിനെപ്പറ്റിയും നമ്മൾ വറീഡാകണ്ട. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് അങ്ങ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ സംഭവിക്കുക. എല്ലാവിധമാകുന്ന പ്രതികൂലങ്ങളും വെട്ടിവിടുന്നപ്പാ. കർത്താവ് കേസുകളുണ്ട്, കടഭാരങ്ങളുണ്ട്, അവർക്ക് പോകുന്ന ഞെരുക്കങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുക ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഞങ്ങൾക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ദുഷ്ടപിശാചേ, നിൻ്റെ സകല തന്ത്രത്തെയും ആത്മാവിൽ വെട്ടിക്കളയുക ഇപ്പോൾ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഫ്രീ ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സകലത്തിൻ്റെ മേൽ ജയമുണ്ടാകട്ടെ. സകല വിഷയത്തിൻ്റെ മേൽ ജയമുണ്ടാകട്ടെ. നിരാശകൾ ഇറങ്ങിപ്പോകട്ടെ, പ്രതിസന്ധികൾ ഇറങ്ങിപ്പോകട്ടെ, പ്രതികൂലങ്ങൾ ഇറങ്ങിപ്പോകട്ടെ. എല്ലാ തകർച്ചകളും യേശുവിനകത്തിൽ ഈ വരുന്ന മാസം തന്നെ, ഈ തുടക്ക കർത്താവെ മാസം തന്നെ ഞങ്ങൾ അത്ഭുതങ്ങൾ കാണും. ഞെട്ടിക്കുന്ന സന്തോഷ വാർത്ത കേൾക്കും. ഞങ്ങൾക്ക് തന്നെ സർപ്രൈസ് ആകുന്ന രീതിയിൽ യേശുവിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. ആമേൻ പറഞ്ഞു പിടിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും.
എൻ്റെ തലമുറ ഇങ്ങോട്ട് വന്നിട്ട് പറയും എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് വചനം പഠിക്കണം, എനിക്ക് യേശുവിൻ്റെ അടുക്കലേക്ക് പോകണം. നിങ്ങൾ വലിച്ചിട്ട് പോലും വരാത്തതൊക്കെ ഓടി വരാൻ വേണ്ടി പോവുക. കുടുംബമായിട്ട് യേശുവിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി നിൽക്കുന്ന രാജ്യത്ത്, പല രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് നിങ്ങളല്ലേ. ഞാൻ യേശുവിനകത്ത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ആ രാജ്യത്ത് നിങ്ങൾ ഫലം കായ്ക്കാൻ വേണ്ടി പോവുക. നിയമം എത്ര പ്രതികൂലമായിക്കോട്ടെ, നിയമം എത്ര വെല്ലുവിളി ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവരും എതിരായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നമ്മൾ കേട്ടതുപോലെ പ്രവാചകൻ നിന്ന മലയിൽ പ്രവാചകനെ പിടിക്കാൻ വേണ്ടി ആരാം സൈന്യത്തിൻ്റെ സൈന്യം ആൾക്കാർ താഴെ വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ കൂടെയുള്ളവൻ അവരുടെ കൂടെയുള്ളവരെക്കാൾ കൂടുതലാണ്. അഗ്നിമയമായ ദൂതന്മാർ നിറങ്ങാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ സകലത്തെയും വെട്ടി നീക്കാൻ വേണ്ടി പോവുക ദൂതന്മാർ ഇറങ്ങി. ഒന്നും പേടിക്കരുത് കേട്ടോ. യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയണം. എന്നാ വലിയ സാഹചര്യത്തിൽ യേശു എൻ്റെ കൂടെയുണ്ട്, എന്നെ കൈവിടത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല. ഗോഡ് ബ്ലെസ് യു. ആ രോഗത്തെ യേശു അത്ഭുതമാക്കിയിരിക്കുന്നു. കാലപ്പഴക്കം ചെന്ന വേദനകൾ, രോഗശക്തികളെ യേശു പിടിച്ചു കെട്ടിയിരിക്കുന്നു. കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിനെ ഉറപ്പിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു പ്രിയരെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ ശ്രദ്ധിച്ചേ, സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. പ്രയർ റിക്വസ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും പേടിക്കണ്ട, പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അത്ഭുതം കാണും, അത്ഭുതം കാണും, അത്ഭുതം കാണും, അത്ഭുതം കാണുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ കാണാൻ വേണ്ടി പോവുക. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്ക് പറയാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ച് ചുരുക്കി പറയുക. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അത് ചുരുക്കി പറ. ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കരുത്. നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ മറ്റൊരാൾക്കത് അത്ഭുതത്തിലേക്കുള്ള പ്രവേശനമാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കണം, വാരി വിതറി കൊടുക്കണം. ഈ സുവിശേഷം ലോകമെമ്പാടും എത്തുവാൻ നിങ്ങൾ കർത്താവിൻ്റെ നിങ്ങൾ പറഞ്ഞു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയല്ല ഞാൻ വിതയ്ക്കുന്നത്, അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കർത്താവ് വേറെ ജോലിയിൽ, ബിസിനസ്സിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. വർദ്ധിക്കട്ടെ, എല്ലാ ഞെരുക്കങ്ങളും തീർന്നു പോകട്ടെ, എല്ലാ തകർച്ചകളും മാറട്ടെ. അവരുടെ പേഴ്സുകൾ, അവരുടെ അക്കൗണ്ടുകൾ മിറക്കിൾ മണി റിലീസ് ചെയ്യുന്നു. വായ്പ മേടിക്കത്തില്ല. വചനം പറയുന്നത് വാരി വിതറി കൊടുക്കും. ഐശ്വര്യവും സമ്പത്തും നിൻ്റെ ഭവനത്തിലുണ്ടാവും. നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെ നിൻ്റെ പുറകെ വരും. നന്മ നമ്മുടെ പുറകെ വരും. ഒന്നിൻ്റെ പുറകെ ഓടണ്ട. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞു, ഏതെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ്, കടം മേടിച്ചൊരു ബിസിനസ്സും ചെയ്യരുതേ. ചെറിയ തോതിലൊരു ബിസിനസ് തുടങ്ങണം. കൈവച്ച് പ്രാർത്ഥിക്കണം. ഇത് വർദ്ധിക്കും, വർദ്ധിക്കും, വർദ്ധിക്കും. ഇല്ലാത്ത കടമെല്ലാം മേടിച്ച് ബിസിനസ് ചെയ്യരുത് കേട്ടോ. പിന്നെ അങ്ങോട്ട് ഭാരം കയറും. പിന്നെ പ്രാർത്ഥിക്കാനും സമയമില്ല, പ്രവർത്തിക്കാനും സമയമില്ല. വേണ്ട, അല്പമേ ഉള്ളൂ. ഒരു ചെറിയ തക്കാളി, ഒരു വിത്ത് ഇടാൻ പറ്റുകയുള്ളൂ. മതി. കൈവച്ച് പറഞ്ഞ് അതൊരു വർധനമായി മാറും. 2 കോഴിയെ വളർത്താനേ പറ്റുള്ളൂ ബ്രദർ. 2 മുട്ടകൾ മതി, മതി. ദാവീദ് എന്ത് ചെയ്തു? കുറച്ച് ആടിനെ വെച്ചുകൊണ്ട് അങ്ങോട്ട് ബഹുസമ്പന്നായിട്ട് മാറി. അല്പമേ ഉള്ളൂ. ദൈവം വർദ്ധിപ്പിക്കും. ചെറുതായിട്ട് തുടങ്ങണം. ഞാൻ 2005 കയറിയപ്പോഴേ പറഞ്ഞായിരുന്നു, നിങ്ങൾ ബിസിനസ്സുകൾ ആരംഭിക്കണം. അത് പ്രതികൂലത്തിൻ്റെ അകത്തുനിന്ന്, അതായത് കടം മേടിച്ച് നിങ്ങൾ ഭയങ്കര ഓവർലോഡൊന്നും വേണ്ട, അല്പം മതി. ഒന്ന് തുടങ്ങി എത്ര പേരുണ്ട്? ഞാൻ ചോദിക്കും നാട്ടിൽ വരുമ്പം, അതിൻ്റെ എല്ലാം വർധനവിനെ നമ്മൾ നോക്കാൻ വേണ്ടി വരിക. ആദ്യ വിളവിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ ബിസിനസ് എന്തേലും ചെയ്തോണം. ചെറിയ പരിപാടി എല്ലാ ദിവസവും ആവർത്തന പുസ്തകം പറയണം. എന്നാ പറയേണ്ടത്? യഹോവ എൻ്റെ കളപ്പുരകളെയും ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഇത് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തോണേ. ഗോഡ് ബ്ലെസ് യു പ്രിയരെ. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ചുരുക്കം വാക്കുകൾ വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ശനിയാഴ്ച പ്രാർത്ഥിച്ച സമയത്ത് എന്റെ ഈ കഴുത്തിന്റെ അവിടെ കുരുകുരാന്നിങ്ങനെ പാലുണ്ണി പോലെ ഉണ്ടായിരുന്നു. അത് പിറ്റേ ഞാൻ ഇന്നലെ സാക്ഷ്യം പറയണമെന്ന് ഓർത്തപ്പം ഞാൻ കേറാൻ പറ്റിയില്ല എനിക്ക്. അതുകൊണ്ട് ഇന്നലെ സാക്ഷ്യം പറയാൻ ഇപ്പൊ അത് ആ ഒറ്റ എണ്ണം പോലും ഇല്ല. അതെല്ലാം ചുങ്ങിപ്പോയി. എത്ര നാൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്? ഒത്തിരി വർഷമായിട്ടുള്ളതാ. അത് കുരുകുരാണ്ടായിരുന്നു, ചുറ്റും ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ട് മാറി. നന്ദി കർത്താവേ. അങ്ങ് സൗഖ്യമാക്കി നാളുകളായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ എത്ര നാളെന്ന് പറയരുത്, നിങ്ങൾക്കകത്തൊരു വർഷം പറയാൻ കാരണം നിങ്ങളെപ്പോലെ വർഷങ്ങളായിട്ടിരിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ അവർക്കൊരു വിശ്വാസം വരാൻ വേണ്ടിയാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവർ? പറഞ്ഞോ ബ്രദറെ. കഴിഞ്ഞ കൊല്ലം ബ്രദർ പറഞ്ഞിട്ട് വഴിയുടെ പ്രശ്നം, പുരയിടത്തിലോട്ട് കയറി നിൽക്കുമ്പോ തിരിഞ്ഞു നിൽക്കുമ്പോ റൈറ്റ് സൈഡിൽ ആഞ്ഞിലി ഉണ്ടെന്നും അവിടെ വഴി കിട്ടുമെന്നും തോമസ് എന്ന് പറഞ്ഞ ഒരാൾ ഇടപെടുമെന്നും പറഞ്ഞത്. അതെന്റെ ഫാദറിന്റെ അനിയന്റെ ഉപ്പാപ്പന്റെ മക്കളാണ്. അപ്പം വഴി പ്രശ്നത്തിൽ ഞങ്ങൾ കേസ് നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം കൊച്ചമ്മയുടെ 90th ബർത്ത്ഡേ ആയിരുന്നു.
അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞ് ഒടുവിൽ ഞാൻ ഒരു മൊമെന്റോയും കൊടുത്തു, പൊന്നാട അണിച്ചു. കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞിട്ട് ഈ വിഷയം പറഞ്ഞു. ഏകദേശം തരാമെന്നൊക്കെ ഏറ്റിട്ടുണ്ട് വഴി. അത് തീർച്ചയായിട്ടും ബ്രദർ, അത് ഏറ്റിട്ടുണ്ട്. വലിയൊരു കൺഫർമേഷനാണ്. കാര്യം ഈ പറഞ്ഞ പോലെ ദൈവാത്മാവ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയ ബ്രദറെ, ഞങ്ങളിത് അറിയാൻ വല്ല സാധ്യത ഉള്ളതായിരുന്നോ ഈ പേരുകളും വിഷയങ്ങളും ഒന്നും? ഒന്നുമില്ലായിരുന്നു. ആ വിഷയം തൊട്ട് എന്നോട് പറഞ്ഞ പുരയിടത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് അന്ന് പിറ്റേ ദിവസം പോകാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് പോയി പ്രാർത്ഥിച്ചു. പിന്നെ ഇടയ്ക്കൊക്കെ പോകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥനയില് ദൈവം അത് തന്നതിനായി സ്തോത്രം. തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞതൊരു സാക്ഷ്യമാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭാരപ്പെട്ടൊരു വിഷയം ഉണ്ടായിരുന്നു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട്. ദൈവാത്മാവ് അത് പ്രവചന ആലോചനയിൽ വെളിപ്പെടുത്തി അതിൻ്റെ അകത്ത് തോമസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യുന്ന തമ്പുരാൻ പറഞ്ഞു. ഇന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു നിവൃത്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദൈവമാണത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും ഭാരപ്പെടരുത്, അത് ദൈവത്തിൻ്റെ സമയത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രഖ്യാപിച്ചോണം, കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. വലിയൊരു കാര്യമാണ്. ഇതിൻ്റെ റിസൾട്ടിലേക്ക് ദൈവം കൊണ്ടുവരും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്രദറെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. എന്തോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു, കേൾക്കുന്നുണ്ട്. ഇന്നലെ കൈയിന്റെ മുട്ടിന്റെ വേദന പറഞ്ഞത് ഇന്നലെ ഭയങ്കര വേദനയായിരുന്നു. അപ്പം പ്രാർത്ഥന തുടങ്ങുന്ന മുമ്പിൽ ഭയങ്കര വേദന, കരയാ ചെയ്തിരുന്നു. അപ്പൊ അന്നേരം പൂർണ്ണമായി സൗഖ്യമായത് മനസ്സിലായില്ല. അപ്പൊ ഇന്ന് സാക്ഷ്യം പറയാണ്. അതായത് വേദന കൊണ്ട് കരച്ചില്ല. ഇന്നലെ മാത്രമായിരുന്ന വേദന ഉണ്ടായിരുന്നതോ? വേദന ഇങ്ങനെ ഇടക്കല്ല ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇന്നലെ ഭയങ്കര വേദനയായിരുന്നു. ഇത് കുറെ വർഷം മുൻപിൽ ഒരു ആക്സിഡന്റില് ഒരു സംഭവിച്ചതായിരുന്നു. ഓ പ്രിയരേ, കർത്താവിന്റെ വലിയൊരു അത്ഭുതം. 96-ല്. ഓ, നിങ്ങൾ കേട്ട വേദന ഇങ്ങനെ തലയുടെ മേലെ ഒരു ഞരമ്പ് അന്നങ്ങനെ വീങ്ങുക ചെയ്തിരുന്നുള്ളൂ. വേറെ ഒന്നും സംഭവിച്ചില്ലായിരുന്നു, പൊട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. കംപ്ലീറ്റ് വീങ്ങിയിട്ടുണ്ടായിരുന്നു. കൈ വേറൊരാൾ താങ്ങുക ചെയ്തിരുന്നു, കൈ അങ്ങനെ വീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നൊരു ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു. അപ്പൊ ആ വേദന ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുമായിരുന്നു. പക്ഷെ ഇന്നലെ ഭയങ്കര കരയാൻ മാത്രം വേദനയായിരുന്നു പ്രാർത്ഥന തുടങ്ങുന്ന മുമ്പിൽ. എൻ്റെ പ്രിയ, ഇത് വലിയൊരു അത്ഭുതമാണ്. 96-ൽ സംഭവിച്ച ഒരു ആക്സിഡന്റ് നിമിത്തം കാലങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു വേദന ഇന്നലെ ഭയങ്കര വേദനയായിരുന്നു. വലത്തെ കൈയുടെ മുട്ടിന്. നാട്ടിലെവിടെയാ? കേരളത്തിൽ എവിടെയാ ഇത്? കണ്ണൂര്. ഓ, കണ്ണൂർ. എനിക്ക് തോന്നുന്നു ഒത്തിരി സാക്ഷ്യം നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. ഇഷ്ടം പോലെ സാക്ഷ്യം കണ്ണൂർ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു ദിവസം തന്നെ പ്രാർത്ഥന വെച്ച തികയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇഷ്ടം പോലെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളുണ്ട്. വന്ന് പറയണം. ഒത്തിരി പേരുണ്ട്. അപ്പം എനിക്ക് വന്ന് പറയണം കേട്ടെ. 96 മുതൽ ആ വീഴ്ച നിമിത്തം വലത് കൈ കൊണ്ടായിരുന്ന വേദനയായിരുന്നു. ഇന്നലെ കഠിനമായ വേദന കൂടി. പക്ഷെ ഇന്നലെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ഇപ്പൊ പൂർണ്ണമായിട്ടും മാറി അല്ലേ? മാറി. ഓ യേശുവേ, അത്ഭുതം, അത്ഭുതം. ഇത് നമുക്ക് അവിടെ വന്ന് കേൾക്കണം, ഇത് കാണണം. അനേകർ ഇത്ര 96 കാലം നമ്മൾ 2025 ഓർത്തേ. എത്രയോ വർഷം പഴക്കം ചെന്ന രോഗശക്തിനെ, പിശാചിന് കൊണ്ടുവന്ന അനർത്ഥത്തെ തമ്പുരാൻ ഇന്ന് വിടുവിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നമുക്ക് നേരിൽ കാണണം, സാക്ഷ്യം കേൾക്കണം. 29 വർഷമല്ലേ? ആഹാ, ഇത്രയും വർഷം. പ്രിയരെ, നിങ്ങളിത് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് വലിയ നന്ദി കേട്ടോ. നിങ്ങൾ സഹോദരങ്ങൾ ഈ മെസ്സേജ് എനിക്ക് ഒത്തിരി സപ്പോർട്ടാണ്. നിങ്ങൾ വചനം കാണിച്ചു തരുന്നുണ്ട്, പലതും നിങ്ങൾ ടൈപ്പ് ചെയ്ത് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു ശുശ്രൂഷ കേട്ടോ. ഒരു പ്രവചനം വെളിപ്പെടുമ്പോൾ നിങ്ങളത് താഴെ അത് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഡീറ്റെയിൽസുകൾ. ചിലപ്പം എനിക്കത് പറയുമ്പോൾ ചില കിട്ടാതെ പോകുന്നവരുണ്ട്, റേഞ്ച് കട്ടായി പോകുന്നവരുണ്ട്. പക്ഷേ സഹോദരങ്ങൾ താഴെ അവരത് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പ്രവചനങ്ങളായിക്കോട്ടെ, ആലോചന ആയിക്കോട്ടെ, അത് വചനമായിക്കോട്ടെ, അത് വലിയ സന്തോഷം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് ശുശ്രൂഷയാണ്. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എന്തോ പറഞ്ഞു? എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. ഒരാഴ്ചക്ക് മുന്നേ ഞാൻ ആധാറിന്റെ അഡ്രസ്സ് മാറാൻ വേണ്ടി കൊടുത്തിരുന്നു. അപ്പൊ എന്റെ ഫോൺ നമ്പർ മാറിയത് OTP വന്നിട്ടില്ലായിരുന്നു. അതിന് 2-3 ദിവസമായിട്ട് അതിനായിട്ട് ഞാനും എന്റെ സാറും കൂടെ പോയിട്ട് നടന്നില്ല. അപ്പൊ ഇന്ന് അവർ 2 മണിക്ക് വിളിച്ചിട്ട് പറയുന്നു 4 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. 4 മണിക്ക് ചെന്ന് കുറച്ച് അവിടെ ചെന്നിട്ട് അവരൊന്നും മിണ്ടാത്തില്ല. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു എന്താന്ന്. അപ്പം പറഞ്ഞ് അത് നെറ്റ് ഡൗൺ ആണ്, എപ്പോഴും വരുമെന്നോ ഒന്നും അറിയത്തില്ല എന്ന് പറയും. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 5:45 കഴിഞ്ഞിട്ടും അത് ക്ലിയർ ആയില്ല. അങ്ങനെ
അവിടെ ഇരുന്ന് സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ആ മനുഷ്യ എനിക്ക് പുറത്തോട്ട് പോയപ്പോ ഞാൻ കൈ നീട്ടിട്ട് ഞാൻ പറഞ്ഞു, കർത്താവെ എനിക്കിന്ന് ഗ്രൂപ്പിൽ എനിക്കിന്ന് സാക്ഷ്യം പറയണം, യേശുവിന്റെ നാമത്തിൽ ദൂതനെ വിട്ട് നീ അവിടെ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. 2 മിനിറ്റ് ഞാൻ മനുഷ്യൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഓ ഇത് ശരിയാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല, സിസ്റ്റം ക്ലിയർ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്ന് തന്നെ എല്ലാം ഡോക്യുമെന്റ്സ് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. ആമേൻ. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ധ്യാനിച്ച വചനത്തിൻ്റെ ഒരു വലിയൊരു സൈൻ തന്നെയാണ്. സൗകര്യം പറഞ്ഞത് കിട്ടത്തില്ലെന്ന് പറഞ്ഞതാണ്, പക്ഷെ പറഞ്ഞു. നോക്കിക്കേ, ആ സിസ്റ്റത്തെ നോക്കിയിട്ട് കൽപ്പിച്ചു. കമ്പ്യൂട്ടർക്ക് ഒരിക്കലും കേൾവിയില്ല, ഇൻ്റർനെറ്റിന് ചെവിയില്ല, പക്ഷേ ദൈവമക്കളെ കൽപ്പിച്ചാൽ പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ വെളിപ്പെടും. അതപ്പം തന്നെ എന്ത് ചെയ്തു? ഞാൻ വിശ്വസിക്കും ദൂതൻ ഇറങ്ങി തന്നെ ആ വിഷയം ഡീൽ ചെയ്തു. ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ എല്ലാവരും കൽപ്പിച്ചോണേ, നിങ്ങളുടെ വിഷയത്തെ നിങ്ങൾ പറയുക, ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ പറയുക. ആ ബ്രദറെ, എനിക്ക് ഒരു പേഴ്സണലി വലിയൊരു വിഷയത്തിൽ ഞാൻ നിൽക്കുകയാണ്. ഞാനത് വർഗീസ് ബ്രദറുമായിട്ട് ഷെയർ ചെയ്ത്, ബ്രദർ എനിക്കൊരു വചനം തന്നു. ആവർത്തന പുസ്തകം 28:7 എന്നെ പറഞ്ഞിട്ട് പറഞ്ഞു, സിസ്റ്റർ എപ്പോഴും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കെ ഒന്നും ഹൃദയത്തിൽ ഒരിക്കലും ഒരു ഭയം കൊണ്ടുവരരുത് സിസ്റ്റർ, ഈ വചനം തന്നെ എപ്പോഴും പറയാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന സമയത്തും ഈ വചനം ഞാൻ പിന്നെ മൊബൈലിൽ എടുത്തിട്ട് ആ വചനം ഇങ്ങനെ നോക്കി മനസ്സിലിങ്ങനെ ഉരുവിട്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, ഞാൻ ചോദിച്ചു നടക്കുമെന്ന് ചോദിച്ചു. അപ്പം പറയാം അറിയത്തില്ല, ചിലപ്പോൾ നടക്കുമായിരിക്കും, നടക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. പുള്ളി എന്നിട്ട് ഇറങ്ങിപ്പോയപ്പോഴാണ് ഞാൻ കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിട്ട് വചനം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കൽപ്പിച്ചു. ആമേൻ. തീർച്ചയായിട്ടും ആ വചനത്തിൻ്റെ ശക്തി നമ്മൾ കൾച്ചർ ഉപയോഗിക്കുമ്പോൾ പറയുമ്പോൾ അത് സംഭവിക്കും. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് സഹോദരങ്ങൾ കൊടുത്ത ആ വചനം കണ്ടോ, ആ വചനം ക്രിയ ചെയ്തു, വിശ്വാസമായി മാറി, വിശ്വാസത്താൽ പറഞ്ഞത് കാണാനിടയാത്തത്. ഇതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്ത് നോക്കിക്കേ, കേട്ട വചനത്തെ വിശ്വാസമാക്കി പറഞ്ഞു നോക്കിക്കേ, സാക്ഷ്യമായിട്ട് മാറും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ, ചുരുക്ക വാക്കുകളിൽ വേഗത്തിൽ പറയണേ. പറഞ്ഞു. എന്തോ പിന്നെ മിനിഞ്ഞാന്നേ ഒരുമിച്ച് ഞായറാഴ്ച. ഹലോ ബ്രദർ, പെട്ടെന്ന് പറഞ്ഞു. നമ്മള് കുടുംബപരമായിട്ടുള്ളവരാണ്. ഒരു മധ്യപ്രദേശിലാണ് ഇരിക്കുന്നത്. അവര് മോന്റെ വിഷയമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ എന്റെ മോന് പറഞ്ഞു ഇന്ന് പ്രാർത്ഥിക്കണം പറഞ്ഞു. പിന്നെ ഞാൻ വചനം അയച്ചു കൊടുത്തു. എനിക്കൊന്ന് വചനം ഒന്ന് അയച്ചതാ പറഞ്ഞു. ഓ വചനം അയച്ചു തരാം, നിങ്ങൾ തിരിച്ച് മകനും അയച്ചു കൊടുക്കാ പറഞ്ഞു. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും, അവർ ഒരു വഴിയായി ഇവർ 7 വഴിയായി നിന്റെ മുമ്പിൽ നോടിപ്പോവും, നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നോളൂ പറഞ്ഞു. മോനത് അയച്ചു കൊടുത്തു. മോൻ പറഞ്ഞു, എന്താ ഈ ആന്റീന്റെ ക്രിസ്ത്യയിലേക്ക് മാറി, അവർക്ക് നല്ല വിശ്വാസമാണ്, നീ പ്രാർത്ഥിച്ചോന്ന് പറഞ്ഞു. ദൈവം അവിടെ പ്രവർത്തിച്ചു ബ്രദർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വർഷമായി ജിത്തു എന്ന വ്യക്തി മാനിൽ ജോലി ചെയ്യണം. അപ്പോൾ അത് 6 ബോർ പറഞ്ഞ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അതിലെ ഉയർന്നിട്ടുള്ള ആള് ഡേവിഡ്, അതിന്റെ 2ാമത്തെ ആള് ഹസൻ, 3ാമത്താണ് ജിത്തു. ഈ 3 പേരും 3 ആള് സൈൻ ചെയ്താലേ അവര് ഏതൊരു കാര്യം പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഈ 15 വർഷം നിന്ന ആൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് ക്യാൻസൽ ആകണമെന്നും പറഞ്ഞു. എവിടേക്കാണ്? നൈജീരിയക്ക് ട്രാൻസ്ഫർ ആകണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയാണ് ആ രാജ്യം ശരിയല്ല, മറ്റുള്ള അവിടെ അവര് ഗ്രീക്കുകാരല്ലേ, അവിടെ നിന്നും പോയാൽ ശരിയല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു, ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട പറഞ്ഞു. ഇന്നലെ രാത്രി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മെസ്സേജ് വന്നു, ദൈവം അവിടെ പ്രവർത്തിച്ചു എന്ന്. വലിയൊരു അനുഗ്രഹമാണ് അത്ര, നീ എവിടെയും പോകണ്ടെന്ന് ആരാ ഡേവിഡ് പറഞ്ഞു ബ്രദർ. വലിയൊരു സംഭവം അവിടെ നടന്നതിനായി ദൈവത്തിന് തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് വേണ്ടി അനുകൂലമായ നിയമങ്ങൾ, ഏത് രാജ്യക്കാരനായിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോണം, ഏത് രാജ്യത്തിരിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ അവരെ നോക്കണ്ട, അവരുടെ കൾച്ചർ നോക്കണ്ട, അവരുടെ രൂപം നോക്കണ്ട, നിയമം നോക്കണ്ട, നിങ്ങൾ പറയുന്നത് സംഭവിക്കും. കാര്യം നിങ്ങളാണ് ദൈവരാജ്യത്തിൻ്റെ മക്കൾ, നിങ്ങളാണ് ദൈവത്തിൻ്റെ മക്കൾ. നിങ്ങൾ പറയുന്നത് സംഭവിക്കും. നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനി അനേകർക്ക് വചനം കൊടുക്കുക, അവരെ ബലപ്പെടുത്തുക, വലിയ സാക്ഷ്യങ്ങളെ ദൈവം തുറക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഇനിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് ബ്രദർ. ഇനിയുണ്ട്. രമ പറഞ്ഞത് അവർക്ക് ഹൃദയത്തിന്റെ വാൾവ് മാറ്റി വെച്ചിരിക്കുകയാണേ. അപ്പൊ വാൾവ് മാറ്റി വെച്ച് ലീക്ക് ആകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കംപ്ലൈന്റ് വരുമ്പോ മധ്യപ്രദേശിൽ നിന്ന് എറണാകുളത്തേക്ക് വിളിച്ചു പറയും, അമൃതയ്ക്ക് വിളിച്ചു പറയുമ്പോഴാണ് അവർ എന്നെ ഡേറ്റ് ഡോക്ടർ പറയുമ്പോഴാണ് അങ്ങനെ മാറ്റി വെച്ചാൽ ലീക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവർ യൂറിൻ ഇൻഫെക്ഷൻ വന്നു. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് അയച്ചു കൊടുത്തു. അപ്പൊ പനിയും കുളിരാണ് പറഞ്ഞു. ഞാൻ മാറും, വചനം പറഞ്ഞുകൊണ്ടേ ഇരിക്കില്ല, ടെൻഷൻ ആവണ്ട, സമാധാനപ്പെടുക പറഞ്ഞു. അത് കഴിഞ്ഞ് അവര് റിലേഷന്റെ മരുമകളുടെ അമ്മ രമണി പറഞ്ഞത് 60 വയസ്സ്, അതും ഞാൻ പ്രാർത്ഥിച്ചു, മൊബൈലിൽ കൂടെ തന്നെ പ്രാർത്ഥിച്ച് വെള്ളം എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ രമണി പറഞ്ഞ വ്യക്തി
ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ആദ്യം നോർമലായിരുന്നു, സൗണ്ടേ ഇല്ല. അവർ വായിന്ന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ചോദിക്കുമ്പോൾ അവർക്ക് അങ്ങനെ സംസാരം വെളിയിൽ വരുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ അമ്മ കരയാൻ തുടങ്ങി. ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, നിങ്ങൾ അനേകം പേരെടുത്ത് പറഞ്ഞു യേശുവിൻ്റെ രക്തമാണ് കുടിച്ചിരിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ബ്രസ്റ്റിൽ ക്യാൻസർ വന്നു, പിന്നെ ശരീരാസകലം പടന്നു പറഞ്ഞു ഡോക്ടർ. ഇനി ഒന്നും ട്രീറ്റ്മെന്റ് ഇല്ല പറഞ്ഞു. ഇന്ന് തിരുവനന്തപുരത്ത്, അവർ കൊട്ടാരക്കരയിലാണ് വീട്, ഇന്ന് തിരുവനന്തപുരത്ത് അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും കൊണ്ടും ഭാരപ്പെടണ്ട, ദൈവം അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു, ദൈവം പ്രവർത്തിച്ചതിനായി നന്ദി പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് അമ്മയടുത്തും അവളടുത്തും പറഞ്ഞു കൊടുത്തു. വലിയൊരു അനുഗ്രഹം അവിടെ നടക്കും. എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും സിസ്റ്റർ, അത് നടന്നു കഴിഞ്ഞു. അത് ഈ കർത്താവിൻ്റെ വലിയ സാക്ഷ്യമായിട്ട് തന്നെ കർത്താവ് അത് മാറ്റിയിരിക്കുന്നു. കർത്താവ് അനേകരെ വിടിവിക്കുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറയണേ, സമയപരിമിതി പറഞ്ഞേ. പറഞ്ഞു പക്ഷേ ഞാൻ അമ്മുക്കുട്ടിയാണ്. പറഞ്ഞു എൻ്റെ മരുമോൻ്റെ പപ്പായ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷി പറയുന്നത്. സ്ട്രോക്ക് വന്ന് താഴെ വീണ് ഞാൻ പെട്ടെന്ന് പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. 5 ദിവസം ഐസിയിൽ കിടന്നെങ്കിലും പിന്നെ ദൈവം വിടുവിച്ചു, പൂർണ്ണമായുള്ള സൗഖ്യം കൊടുത്ത് വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത്. അതിൻ്റെ 5 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. മോൻ പെട്ടെന്ന് നാട്ടിൽ പോയി. പപ്പയെ കാണുവാനും ശുശ്രൂഷിക്കാനും ഒക്കെ ദൈവം സാധിച്ചു. പൂർണ്ണമായ ഒരു വിടുതൽ ദൈവം കൊടുത്തു. പിന്നെ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, ചെറിയൊരു പൊട്ടലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട്. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷിയാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ വിമഷ്ടം പോലെ ഉണ്ടാവുക. ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററിന്റെ കൈ എൻ്റെ തലമേൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് പൂർണ്ണമായ ഒരു വിടുതൽ എനിക്ക് ഇതുവരെ ഞാൻ കിലർ എടുക്കാനോ ഒന്നും ദൈവം ഇടയാക്കിയില്ല. ദൈവത്തിന്റെ സാക്ഷി ഞാൻ ഇവിടെ പറഞ്ഞു. നന്ദി കർത്താവേ. തീർച്ചയായിട്ടും അത് വലിയൊരു 2 സാക്ഷ്യമാണെന്ന് പറഞ്ഞ പോലെ തന്നെ ആ പ്രെയർ റിക്വസ്റ്റ് നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു. ആ ഹോസ്പിറ്റലിലായിരിക്കുന്ന വ്യക്തി മരണത്തിൻ്റെ വക്കീലായിരുന്നു. ദൈവം വെടിവെച്ചത് മാത്രമല്ല, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഇൻഹേലർ എടുക്കണമെന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വല്ലാത്തൊരു അലർജി സംബന്ധമായ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു കൃപ തന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ കൃപയാൽ ആ വലിയൊരു സൗഖ്യം കർത്താവ് കൊടുത്തു. ആ 2 വിടുതലിനുമായിട്ട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു ഞാൻ എന്റെ വസ്തുവിന്റെ അകത്ത് നോക്കിയിട്ടൊന്നും കാണുന്നില്ലായിരുന്നു പാസ്റ്റർ. ഞാൻ അന്നേരം പറഞ്ഞു, ഞാൻ ഇന്ന് വൈകിട്ട് സാക്ഷി പറയും, എന്റെ ആധാരം കിട്ടുകയാണ്, ഞാൻ സാക്ഷി പറയുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ പിന്നെ 2ാമത് നോക്കിയപ്പോ എന്റെ ആധാരം കിട്ടി. ഞാൻ ദൈവനാമ മഹത്വത്തിനായി സാക്ഷി പറയുന്നു. നന്ദി കർത്താവേ. പറയണം, കണ്ടോ, സാക്ഷ്യം പറയണം. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആ സഹോദരി കാണാതെ പോയി, പക്ഷേ സാക്ഷ്യം പറയും. അതായത് നമ്മൾ ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്നും ദൈവരാജ്യത്തിൻ്റെ കൾച്ചറിലേക്ക് പ്രവേശിച്ചു. ഞാൻ ഇന്ന് കാണും, ഇന്ന് പറയും. നോക്കി, ഇത് 2ഉം പ്രഖ്യാപിച്ചു. അതിനുശേഷം നോക്കിയപ്പോഴേക്കും കാണാതെ മറഞ്ഞിരുന്നത് അത് കണ്ടുകിട്ടാൻ ഇടയാത്തീർന്നു. ഗോഡ് ബ്ലസ് യു. ഇത് തന്നെയാണ് ദൈവരാജ്യം. പറയുക, കാണുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്തോ പറഞ്ഞു, എന്തോ മകന് കഴുത്തിൽ ഇങ്ങനെ ഞരമ്പ് തടിച്ച് വീർത്തിട്ട് ബാക്കില് നല്ല നീർക്കെട്ടും കഴുത്ത് തിരിക്കാൻ പറ്റുണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യത്തെ ഒരു പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു. അപ്പൊ ചോദിച്ചപ്പോ ഒന്ന് കുറഞ്ഞു. വീണ്ടും വൈകിട്ട് വീണ്ടും ഒന്നും കൂടെ പ്രാർത്ഥിച്ചു കൊടുത്തു. അപ്പൊ പൂർണ്ണമായിട്ട് മാറി, സൗഖ്യമായി. പിന്നെ 2ാമതായിട്ട് പറയാനുള്ളത്, എനിക്ക് എല്ലാ മാസം എന്ന് പറഞ്ഞ പോലെ യൂറിൻ ഇൻഫെക്ഷൻ ആയിരുന്നു. 1 വർഷത്തോളം ഞാൻ 1.5 വർഷത്തോളം മരുന്ന് കഴിച്ചു. പക്ഷെ ഈ പ്രയറിൽ കയറി അന്ന് തൊട്ട് വചനം പറയാൻ തുടങ്ങിയപ്പോ എന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒന്നിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തായി. അങ്ങനെ 7 മാസത്തോളം യൂറിൻ ഇൻഫെക്ഷൻ ഇല്ല. എന്ത് വന്നാലും എന്നെ ഇപ്പോ പ്രവേശിക്കണില്ല എന്റെ ശരീരത്തിലേക്ക്. എല്ലാം പിന്തിരിഞ്ഞു പോകണ ഒരു ഇതാണ് ഞാൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു അത്ഭുതമാണ്. 2 സാക്ഷ്യം. ഒന്ന് തലമുറയുടെ മകൻ്റെ കാര്യത്തിൽ ബാക്കിലെ ഞരമ്പ് തടിച്ചു കിടക്കുന്ന വേദനയുള്ള ബുദ്ധിമുട്ടായിരുന്നു. അത് കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുത്ത് പറയും. സൗരി പറഞ്ഞ തന്നെ 1 വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ എല്ലാ മാസവും കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെട്ടപ്പോൾ ഇതേവരെ ഒരു സംഭവം വന്നിട്ടില്ല. കർത്താവ് അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, അത്ഭുതങ്ങളുടെ കർത്താവാണ്. യേശു ജീവിക്കുന്നു. ഈ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോഴേക്കും ഓർത്തോണം, കർത്താവായ യേശു കൊടുത്ത വിലയാകട്ടെ പ്രിയരെ. സൗജന്യമായി പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരുക. ഇത് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യണം. ഇത് നമുക്ക് സൗജന്യമാണ്. ഈ വിശ്വസിക്കുന്നവരുടെ അവകാശമാണ് പ്രിയരെ. ആരോഗ്യവും സൗഖ്യവും അത്ഭുതവും എല്ലാം ക്രിസ്തു നമുക്ക് നേടിത്തന്നതാണ്. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളത്? പറഞ്ഞു സിസ്റ്റർ. ബ്രദർ, എനിക്കൊരു വണ്ടിച്ചെക്ക് കേസ് ഉണ്ടായിരുന്ന നാട്ടിൽ. ഞാനിപ്പം ദുബായിലാണ്.
ജോലി സംബന്ധിച്ച് വന്നതാണ്. അപ്പൊ ഇന്നലത്തെ പ്രാർത്ഥനയൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ച് ദൈവമേ എന്ന് പറഞ്ഞ് ബൈബിൾ വചനം തുറന്ന് അപ്പൊ കൊലോസ്യർ ഇന്ന് എടുത്ത എനിക്ക് വേണ്ടിയുള്ള വചന കൊലോസ്യറിന്റെ 2:14 കിട്ടിയത്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കയ്യെഴുത്തും മായ്ച്ചും ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കി കളഞ്ഞു എന്നുള്ളത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. ഇന്നത്തെ പ്രാർത്ഥനയും അത് തന്നെയാ വന്നത്. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞോണം, ധൈര്യമായിട്ട് പറഞ്ഞോണം. എനിക്കെതിരായി വരുന്ന ഒരായുധം, പിന്നെ എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഞാൻ അത്ഭുതങ്ങൾ വിളിച്ചു പറഞ്ഞോണം, എല്ലാ ദിവസവും വിളിച്ചു പറഞ്ഞോണം. എനിക്കെതിരെ നിൽക്കുന്ന കേസ് അനുകൂലമായി ഞാൻ കാണും. നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞു. ബ്രദറെ, ഇന്നലെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ എനിക്ക് ആ സമയത്ത് ഒരു ദർശനം കിട്ടി. എൻ്റെ അപ്പന് നേരെ കുറെ തലകളുള്ള ഒരു സർപ്പം അപ്പനെ അറ്റാക്ക് ചെയ്യാണ്ട് പോകുന്നു. പക്ഷെ അപ്പനെ തൊടാൻ പറ്റുന്നില്ല. അത് റിഫ്ലക്ട് ചെയ്തു വരുന്നു. അപ്പനെ ഒന്ന് ഇടിച്ച് നേരെ റിഫ്ലക്ട് ചെയ്തു വരുന്നു. അപ്പൊ ഞാൻ ലൂക്ക 10:19 വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അപ്പൻ തൊടാൻ പറ്റുന്നുണ്ടായില്ല. എന്നിട്ട് ഞാൻ ഈ വചനം നിർത്തിയതും അത് എന്നെ തിരിഞ്ഞു നോക്കി ഭയങ്കര ബ്രൂട്ടലായിട്ട്. എന്നിട്ട് എന്നെ നോക്കിയതും ആ തലകൾ മൊത്തം അറക്കപ്പെട്ടു. തീർച്ചയായിട്ടും ബ്രദർ, നമ്മൾ കർത്താവിൻ്റെ വചനം പറയുമ്പം പിശാചിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയപ്പെടുത്തുക. പക്ഷേ അവൻ്റെ തല തകർത്ത യേശുവിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദർശനം കാണുമ്പോൾ ഭയപ്പെടരുത്. പിശാച് നിനക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല. ബൈബിൾ പറയും നിങ്ങൾ നിൽക്കുന്ന കൃപയിലേക്ക് വിശ്വാസത്താൽ പ്രവേശനം. നമ്മൾ കൃപയ്ക്കകത്താണ് നിൽക്കുന്നത്, പൊതിഞ്ഞിരിക്കുക. നമ്മൾ പൊതിഞ്ഞിരിക്കും നമ്മളെ. അതുകൊണ്ട് സഹോദര, ദർശനം കാണുമ്പം ആത്മാവിൽ അതിനെ വെട്ടിവിട്ടോണം. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഗോഡ് ബ്ലെസ് യു. ഇനിയും ദർശനങ്ങളാൽ നിറയ്ക്കട്ടെ ദൈവം. ഗോഡ് ബ്ലെസ് യു ബ്രദറെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവർ മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്കും ദൈവികമായിട്ടുള്ള പ്രവചന ആലോചനകൾക്കും എല്ലാറ്റിലുപരി വലിയ ശ്രേഷ്ഠകരമായ കർത്താവിൻ്റെ വചനത്തിന് നന്ദി പറയുന്നു. ആ വചനത്തെ ദൈവമേ അങ്ങ് ഉറപ്പിച്ചല്ലോ. അങ്ങയുടെ കൃപയ്ക്ക് നന്ദി. എപ്പോഴും ഓർത്തോണം ഈ ലൈവ് പറഞ്ഞു. എനിക്കൊരു സാക്ഷ്യം പറയാം. ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് അമ്മയുടെ മരുമോന് ആർത്രൈറ്റിന്റെ വേദനയായിരുന്നു. തല തുടങ്ങി കഴുത്തിനും കാലിലെ ഒക്കെ മുട്ടിനൊക്കെ വേദന, നടക്കില്ലായിരുന്നു. അപ്പൊ എറണാകുളത്ത് ഹോസ്പിറ്റലിലാണ് അവര് ചികിത്സ. അപ്പൊ എന്നോട് പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം. 2-3 ദിവസം ഇവിടെ വീട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ആ മോള് ഇവിടെ വന്നപ്പോ ഫോണിൽ കൂടെ വിളിച്ചു ഞാൻ ചോദിച്ചു ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, ബാബുചാരന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. പ്രാർത്ഥിച്ചു. 2 ദിവസം ഇങ്ങനെ കാലത്തും വൈകിട്ടൊക്കെ പ്രാർത്ഥിച്ചു. ഇന്നലെ വൈകുന്നേരം പറഞ്ഞു നടക്കാത്ത ആള് പതുക്കെ നടക്കാം, അല്ലെങ്കിൽ 2 പേര് പിടിച്ചിട്ട് വേണം ബാത്റൂമിൽ കൊണ്ടുപോകാനൊക്കെ. ഇന്നലെ വൈകിട്ട് വിളിച്ചപ്പം പറഞ്ഞു തന്നെ നടന്നു പോയി, ബാത്റൂമിൽ ആള് കൂടെ നിന്നതേ ഉള്ളൂ, തന്നെ നടന്നു പോയെന്ന് പറഞ്ഞു. ഭയങ്കര വേദനയായിരുന്നു. അതുകൊണ്ട് എല്ല് പൊടിയാന്ന് അങ്ങനത്തെ രോഗം. അതുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുക, ദൈവം സൗഖ്യം തന്നതിനായി നന്ദി പറഞ്ഞു. വചനമൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചു. ഇന്നലെ വൈകിട്ട് അവര് തന്നെ നടന്നെന്നൊക്കെ പറഞ്ഞു എന്നോട്. ഇത് വലിയൊരു സാക്ഷ്യമാണ് സഹോദരി പറഞ്ഞത്. നിങ്ങൾ കേട്ടല്ലോ. ആ എല്ല് പൊടിയുന്ന ബുദ്ധിമുട്ടാണ്, ആർത്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സഹോദരി വിശ്വാസത്താൽ നിങ്ങളുടെ എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ രോഗികളെ കാണുമ്പോൾ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കണം. ഫോണിലൂടെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങൾ യേശുവിൻ്റെ മക്കളാണ്. ദൈവമക്കൾക്ക് മാത്രമേ ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വെടിവെച്ച് വയ്ക്കുവാനും രോഗികളെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. ചേച്ചി ഇവിടെ വന്നായിരുന്നു അമ്മയുടെ അടുത്ത്. നടക്കാൻ പറ്റാത്ത ആളായിരുന്നു. ഒട്ടും നടക്കില്ലായിരുന്നു. കുത്താൻ മേലായിരുന്നു. ഞാനിന്ന് ഡീറ്റെയിൽ ആയിട്ട് ചേച്ചിയോട് ചോദിച്ചപ്പം പറഞ്ഞു കാല് നിലത്ത് കുത്താൻ പറ്റത്തില്ലായിരുന്നു. ചേച്ചി പ്രാർത്ഥിച്ചതിന് ശേഷം വേദനയും കുറഞ്ഞു, തന്നെ ആള് നടന്ന് ലിഫ്റ്റിൽ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഈ സുവിശേഷത്തിന്റെ സത്യം പറഞ്ഞുകൊണ്ടല്ലേ ഈ ഒരു ബലം കിട്ടിയത് പ്രാർത്ഥിക്കാൻ.
അതെ അതെ അതെ. എനിക്ക് നേരത്തെയൊക്കെ എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് തിരിച്ചടിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് കാരണം എനിക്കൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ ഇപ്പൊ കള്ള എനിക്ക് പിശാസിന്റെ ഈ തന്ത്രം കണ്ടോ? മീറ്റിങ്ങിൽ കയറിയപ്പം മുതല് ഈ മീറ്റിംഗ് കൂടാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് നല്ല ധൈര്യം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. കണ്ടോ പിശാസിന്റെ അപ്പൊ പ്ലാൻ കണ്ടോ? അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത്ഭുതമാണ്, ഒരു ശക്തിയും തൊടത്തില്ലെന്ന് അവൻ അറിയാം. പക്ഷെ അവൻ്റെ തന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അടി കിട്ടുമെന്ന് പഠിപ്പിച്ചു വെച്ചു. അതുകൊണ്ട് സൗകര്യം പ്രാർത്ഥിച്ചില്ല. പക്ഷേ സത്യസുവിശേഷം കേട്ട് സ്വാതന്ത്ര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് എന്ത് ചെയ്തു? സഹോദരി പ്രാർത്ഥിച്ചു. ആർത്രൈറ്റൈസ് ആയിരുന്ന മനുഷ്യൻ, എല്ല് പൊടിയുന്ന അസുഖം ഉണ്ടായിരുന്ന മനുഷ്യൻ, 2 പേര് കൂടി പിടിച്ചാൽ നടക്കുന്ന വേദനയുള്ള മനുഷ്യൻ ഇപ്പോൾ തന്നെ എണീറ്റ് നടന്നു, നടയിറങ്ങിപ്പോയി. കേട്ടേ നിങ്ങൾ? എവിടെയെങ്കിലും അടി കിട്ടിയോ? ഇതാണ് അവൻ്റെ കള്ളത്തരം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആര് പ്രസംഗിച്ചാലും അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കോണം. അങ്ങനെയുള്ള ഒരു വചനധ്യാനങ്ങളും, ആ വചനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ദുർവ്യാഖ്യാനം പറയുന്നിടത്ത് ദൈവമേ അവിടെ പോയി നിങ്ങൾ ആമേൻ പോലും പറയരുത്, അവിടെ ഇരുന്നുകൊണ്ട് കൈ പോലും അടിക്കരുത്. അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിക്കോണം. കാരണം അത് നിങ്ങളെ കെട്ടുവാൻ നോക്കുന്നതാണ്. നിങ്ങളെ ഇതേപോലെ എന്ത് ചെയ്തും അനേകരുടെ അനുഗ്രഹത്തിന് നിങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇപ്പോഴും കാട്ടിക്കിടക്കുന്നവരെ പോലെ ആക്കി നിങ്ങളെ മാറ്റും. ഇന്ന് കണ്ടോ സൗകര്യം കണ്ടല്ലോ? ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ആ നടക്കാത്ത മനുഷ്യൻ നടന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു തിരിച്ചടി നടക്കുന്ന കാര്യം. യേശു ജീവിക്കുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞ കാര്യം എന്നറിയോ? തൊടാൻ പറ്റത്തില്ല എൻ്റെ അർത്ഥം. പിശാശിൻ്റെ തല തകർത്തയാൾ എൻ്റെ അകത്തിരിക്കുക, പിന്നെ ഞാൻ എന്നാ പേടിക്കാനാ? ഏറ്റവും വലിയ ലൂസിഫറിനെ തകർത്തയാളാണ് കാൽവരി ക്രൂശിൽ. ഈ യേശു എൻ്റെ കൂടെ ഉള്ളപ്പം, സൈന്യങ്ങളുടെ യഹോവ എൻ്റെ കൂടെ ഉള്ളപ്പോൾ, പരിശുദ്ധ ആത്മാവ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ എന്തു പേടിക്കണം? എന്ന് ആലോചിച്ച് നോക്കി. ആരെന്നെ തിരിച്ചടിക്കും? ഇത്ര ശക്തൻ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് മാതാവ് പറഞ്ഞത്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. കണ്ടോ? വാസ്തവ എനിക്ക് ഒരു വിശ്വാസമല്ല. സാക്ഷ്യം കൂടെ പറയാനുണ്ട്. പറഞ്ഞു മിസ്റ്ററെ. ഞാൻ നോക്കുന്ന അമ്മയ്ക്ക് വായിൽ മുഴുവൻ തൊലി പോയിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ മേലായിരുന്നു. അടിച്ചാ കൊടുക്കുന്നത്, എന്നാലും കഴിക്കാൻ മേലായിരുന്നു. ഞാൻ വന്ന പിന്നെ എന്നോട് പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്കണം. അമ്മ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പം ഭക്ഷണം അടിച്ചു കൊടുത്ത 1.5 ഗ്ലാസ് കഞ്ഞിയൊക്കെ കുടിക്കും. മറ്റേ അങ്ങനെ കുടിക്കുകയില്ലായിരുന്നു. കുടിക്കുമ്പോൾ അങ്ങനെ വൊമിറ്റിങ് ആയിരുന്നു. എപ്പോഴും വൊമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നും കഴിക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ദൈവം സൗഖ്യം തന്നിരിക്കുക, അമ്മയ്ക്ക് ഭക്ഷണം കഴിച്ച് ബലപ്പെടുവാൻ ദൈവം സഹായിച്ചിരിക്കുക. അങ്ങനെ പറഞ്ഞു, മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മ നല്ലോണം കഞ്ഞിയൊക്കെ കുടിക്കും. അടിച്ചു കൊടുത്ത വേദനയൊക്കെ കുറഞ്ഞു. ഓ സ്വോത്രം കർത്താവേ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രോഗസൗഖ്യം കൊടുക്കണം. നമ്മളിത് കൊടുക്കുന്നവരാണ്. അതെ. ഇന്ന് പറഞ്ഞ പോലെ മാതാവിന് കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള സഹോദരി മാതാവായിരുന്നു എന്ന് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ആ വാർദ്ധക്യത്തിലും കർത്താവിൻ്റെ സാക്ഷ്യമായി നിൽക്കുവാൻ സ്വർഗം സഹായിച്ചു. ഗോഡ് ബ്ലെസ് യു പ്രിയരെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഞാൻ പിന്നെയും ചോദിക്കുകയാണ്, ആരും മിസ്സായി പോകരുതേ, ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കരുതേ. അനേകർക്കിതൊരു അനുഗ്രഹമാണ്. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. ഒരു കാര്യം പറയാനുണ്ട്. അതെ, ഈ ഡെലിവറൻസ് മീറ്റിങ്ങിന്റെ അന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ. ബ്രദർ കേക്കണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. ബ്രദറെ കേൾക്കുന്നുണ്ട്. ബ്രദർ കേക്കണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, ഞാൻ കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ. അതെ, ശനിയാഴ്ച തുടങ്ങി. അന്നായിരുന്നല്ലോ ഡെലിവറൻസ് മീറ്റിംഗ്. അന്ന് തുടങ്ങി എനിക്ക് ഈ ഫോണിൽ ഒന്നും കിട്ടണം. എന്റെ തലേ ദിവസം വരെ എല്ലാ പ്രാർത്ഥനകളും കിട്ടിക്കൊണ്ടിരുന്നതാ. അന്ന് തുടങ്ങി ഒന്നും കിട്ടണില്ല. അപ്പൊ ഇന്നലെ ഞാൻ ഒന്നും കിട്ടണ്ടായില്ല. ഇന്ന് ഞാൻ ഫോൺ എടുത്ത് പ്രയറിൽ കയറിയിട്ട് എനിക്ക് ഒന്നും കിട്ടണില്ല. ബ്രദർ പറയണത് ഒന്നും കിട്ടണില്ല. ബാക്കിയുള്ള സാധനം എല്ലാവരും ഫോണിൽ വരുന്നുണ്ട്, പറയണത് മാത്രം കിട്ടണില്ല. അപ്പൊ ഞാൻ എന്നിട്ട് അജിത സിസ്റ്ററിനെ വിളിച്ച് പറയാന്ന് വിചാരിച്ചപ്പോ സിസ്റ്റർ ഫോൺ എടുക്കണില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്റെ ഫോണിലുള്ള എല്ലാ തടസ്സങ്ങളും ഞാൻ യേശുവിന്റെ നാമത്തിൽ വെട്ടിമാറ്റുന്നു. 3-4 പ്രാവശ്യം പറഞ്ഞ്, യഹോവ എന്റെ ഇടയനാവുന്നു, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് അങ്ങനെ പറഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോ എനിക്കിതില് കിട്ടിത്തുടങ്ങി. അത് അപ്പൊ ഞാൻ മോന്റെ ഇത് ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു, എന്താണാവോ തടസ്സം നോക്കിയെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഇവിടത്തെ തടസ്സം ഇത് ഫോണിന്റെ തടസ്സമല്ലാണ് എന്ന് പറഞ്ഞു. എന്താന്ന് എനിക്കറിയില്ല സിസ്റ്റർ. അപ്പൊ ബ്രദറെ, അപ്പൊ അത് എനിക്ക് മാറി കിട്ടി. എന്നാലും ക്ലിയർ ചില സമയത്ത് മുറിഞ്ഞു പോവാണ്.
ബ്രദർ അത് പറയുന്നതൊക്കെ. അത് അത് നിങ്ങൾ സിസ്റ്റർ കൽപ്പിച്ചോണം. ഞാൻ പറഞ്ഞ ഇലക്ട്രോണിക്സ് ഉപകരണമായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, ഹലോ പ്രപഞ്ചമായിക്കോട്ടെ, എല്ലാത്തിൻ്റെ മേൽ കേക്കണ്ട ബ്രദറെ. യേശുവിൻ്റെ ശക്തി ഉപയോഗിച്ചോണം. ഹലോ കർത്താവിൻ്റെ നാമത്തിൽ അത് നടക്കുക തന്നെ ചെയ്യും. കർത്താവ് നമ്മളെ സാക്ഷിവാക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. പുതിയത് വരാൻ വേണ്ടി പോവാ. അതാ പുതിയ നന്മ വരാൻ വേണ്ടി പോവാണ്. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ പിന്നെയും ഒരുമിച്ച് കൂടാം. മറ്റ് സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നെയും കേൾക്കാം. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ്. ഒരു പ്രാർത്ഥന പോലും മിസ്സാക്കരുതെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു. കാര്യം ഇത് ബ്രദറിൻ്റെ മിടുക്കൊന്നും അല്ല നടക്കുന്നത്. പരിശുദ്ധാത്മാവ് തരുന്ന വചനം, പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന, പരിശുദ്ധാത്മാവ് തരുന്ന പ്രവചനം, പരിശുദ്ധാത്മാവ് തരുന്ന വീര്യപ്രവൃത്തികൾ ബ്രദറിനെ ദൈവം ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ എന്നെ അറിയാവുന്ന വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ച് എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ നോക്കരുതേ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ മുൻപരിചയം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ആ പുള്ളിയാണോ വേണ്ട എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷെ അത് പറയരുതേ. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. മിസ്സാക്കരുതേ. ഒരു പ്രാർത്ഥന ചിലപ്പോൾ നിങ്ങളോടുള്ള ആലോചന എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. ദൈവമാണ് എൻ്റെ നാവിനെ ഉപയോഗിക്കുന്നത്. ദൈവമാണ് ഞാനെന്ന വ്യക്തിയെ, നിങ്ങളെയും എന്നെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്നവരാണ്. ഏത് സമയത്തും എന്തും സംഭവിക്കും. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? മനുഷ്യനെ ഭയപ്പെടരുത്, ഒരു ശക്തിയെയും ഭയപ്പെടരുത്. യേശു കൂടെയുണ്ട്, കർത്താവിൻ്റെ കൃപയുണ്ട് കേട്ടോ. നന്ദി യേശുവേ. കർത്താവിൻ്റെ കൃപയ്ക്ക് നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നമുക്കതുണ്ടാകും. ഈ ദിവസങ്ങളിൽ പറയണം, യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കണം. നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്നവർ ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ കേട്ടെ, ഈ സാക്ഷ്യമൊക്കെ കേട്ടിട്ട് നിങ്ങൾ കേട്ടോണ്ടെങ്കിൽ കൊടുക്കുക. അനേകർക്ക് തകർന്ന ഭവനങ്ങൾ വിടുവിക്കപ്പെടണം. നിർബന്ധമായിട്ട് നിങ്ങൾ സുവിശേഷം കൊടുക്കുന്നവരാകണം. ഇത് അനേകർ കൊടുക്കണം, അവരോട് പ്രാർത്ഥിക്കണം. കൊടുത്തിട്ട് അവർ ചിലപ്പോൾ വിമർശിക്കുമായിരിക്കും, കളിയാക്കുമായിരിക്കാം. അല്ലെങ്കിൽ തിരിച്ചൊരു 10 പേര് കളിയാക്കിയാൽ ഒരാൾ പറയും, അയ്യോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അവിടെ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി നിങ്ങൾ മാറുകയാണ്. ഗോഡ് ബ്ലസ് യു പ്രയരെ. കർത്താവിൻ്റെ നാമനിമിത്തം നിന്ന അനുഭവിക്കുന്നവർക്കും എന്താ പറയുക, സന്തോഷം ലഭിക്കുന്നവർക്കും എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ പ്രയോജനമുണ്ട്. ഗോഡ് ബ്ലസ് യു. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കർത്താവ്